ഹേ വേബ്സ്, വെൽക്കം ബാക്ക്. വീട്ടിൽ മനസ്സിലാവും ബെഡ് ഫ്രണ്ട് കഴിഞ്ഞ് ഒന്നും കൂടെ നമുക്ക് നെറ്റ് ജെയിൻസിനെ കാണാൻ കിട്ടിയ ഒരു അവസരമാണ്. അത് മാത്രമല്ല ക്യൂട്ടി പൈയില് ഭയങ്കര ക്യൂട്ട് ആയിട്ടുള്ള കപ്പിൾസ് ആണ്. ഇതിലെ മെയിൻ ലീഡ് ആയിട്ടുള്ള നമ്മുടെ ടൂട്ടറും ഇമ്മും. ക്യൂട്ടി പൈയിൽ ആകെപ്പെടെ കുറച്ച് സീൻസ് അവർക്കുള്ളൂ. മൂന്നാമത്തെയോ നാലാമത്തെയോ അങ്ങാണ്ട് കപ്പിൾസ് ആണ്. പക്ഷെ അതിലെ തന്നെ അവരുടെ ആ ഒരു കെമിസ്ട്രി അടിപൊളിയായിരുന്നു. ഒരുപാട് പേര് ഇവരുടെ ഒരു സീരീസിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. കൂടുതലായിട്ട് ഒന്നും പറയാനില്ല. എന്നാലും നിങ്ങൾക്ക് കിങ്ങിന്റെയും യുവന്റെയും കഥ അറിയില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയിട്ട് അത് കാണുന്നത് നല്ലതായിരിക്കും. ഏത് നമ്മുടെ ബെഡ് ഫ്രണ്ട് കണ്ടില്ലേലും വലിയ സീനൊന്നുമില്ല. എന്നാലും ഈ കഥയിലെ മെയിൻ ലീഡ് ആയിട്ടുള്ള ജെയ്ഡ് ബെഡ് ഫ്രണ്ടിലെ ഒരു സൈഡ് റോൾ ആണ്. സോ കിങ്ങിനെയും യുവനെയും കുറിച്ച് അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളുടെ ഇഷ്ടം. ഇനി നമുക്ക് നേരെ സീരീസിലേക്ക് അടക്കാം. ഫസ്റ്റ് എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ ഒരു കാർട്ടൂൺ പോലെയാണ് കാണിക്കുന്നത്. അതായത് നമ്മുടെ ജെയ്ഡിന്റെ സ്റ്റോറി ചുരുക്കി പറഞ്ഞു എന്ന് വേണമെങ്കിലും പറയാം. അല്ലെങ്കിൽ ഒരു പുതിയ ഇന്റേൺ നമ്മുടെ ഓഫീസിലേക്ക് വർക്ക് ചെയ്യാൻ വന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയുണ്ടാവും, അതേപോലെയാണെന്നും പറയാം. എന്തായാലും ഈ ഒരു കാർട്ടൂൺ നമ്മുടെ ജെയ്ഡ് സ്വപ്നം കണ്ട് എണീക്കുകയാണ് ചെയ്യുന്നത്. ടൈം നോക്കുമ്പോണ്ട് 7:10. ഇന്ന് ട്രെയിനിനെ ഇന്റർവ്യൂ ചെയ്യണം. അങ്ങനെ തിരക്കിട്ട് നമ്മുടെ ചെക്കൻ പോവാണ്. ഓഫീസിൽ എത്തിയിട്ടാണെങ്കിൽ ഇന്റർവ്യൂവിന് വരുന്ന ആളെക്കാട്ടും ടെൻഷൻ ആയിട്ടിരിക്കുന്നത് ജെയ്ഡാണ്. അങ്ങനെ ആകെപ്പാടെ ടെൻഷൻ അടിച്ചിരിക്കുമ്പം അങ്ങോട്ടേക്ക് നമ്മുടെ ട്രെയിനി വരുന്നുണ്ട്. ആളുടെ പേര് മായി എന്നാണ്. നമ്മുടെ അടുത്ത ഹീറോ ആണ്. ജെയ്ഡ് മായിന്റെ അടുത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറയുന്നുണ്ട്. അങ്ങനെ മായി ഒരു ഇൻട്രൊഡക്ഷൻ ഒക്കെ കൊടുത്തു കഴിയുമ്പം ജെയ്ഡ് ആണെങ്കിൽ കണ്ണുകൊണ്ട് എന്തോ കാണിക്കുവാണ്. ആൾ ഉദ്ദേശിക്കുന്നത് ഫയൽ എടുത്തു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അതാണെങ്കിൽ മായിക്ക് മനസ്സിലാവുന്നില്ല. ജെയ്ഡ് ആണെങ്കിൽ വാതൊട്ട് ഒട്ട് പറയത്തുമില്ല. അങ്ങനെ കുറെ നേരത്തെ കഥകളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു വിധത്തില് മായിക്ക് മനസ്സിലാവുന്നുണ്ട് ഫയലാണ് ഉദ്ദേശിക്കുന്നതെന്ന്. അതെടുത്ത് കൊടുക്കുന്നുണ്ട്. ജെയ്ഡാണെങ്കിൽ നോക്കുമ്പം ആകെപ്പാടെ ഷോക്കായി പോവാണ്. കാരണം നമ്മുടെ മായി വളരെ ടാലന്റഡ് ആണ്. ജെയ്ഡും മായും ആണെങ്കിൽ ഒരേ യൂണിവേഴ്സിറ്റിയിലാണ് പഠിച്ചത്. എന്തുകൊണ്ടാണ് ഈ ഒരു സ്ഥലത്തേക്ക് എന്നെ ജോലിക്ക് വന്നതെന്ന് ചോദിക്കുമ്പം മായി ആണെങ്കിൽ നമ്മുടെ ജെയ്ഡിനെയും ആ ഒരു കമ്പനീനെയും പുകഴ്ത്തി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മായി പറയുന്നതിലൊന്നല്ല നമ്മുടെ ജെയ്ഡിന്റെ ശ്രദ്ധ. മായിനെ കാണാനാണെങ്കിൽ നല്ല ഹാൻഡ്സും ആണ്. പോരാത്തതിന് സ്മാർട്ടാണ്. അതും പോരാണ്ട് ചെക്കന്റെ വോയിസ് ആണെങ്കിൽ അടിപൊളിയാണ്. ഇതൊക്കെയാണ് അവന്റെ മൈൻഡിൽ ഓടിക്കൊണ്ടിരിക്കുന്നത്. അതും ഭയങ്കരമായിട്ട് വായി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ലേശം ബോധത്തിലേക്ക് വരുന്ന സമയത്താണ് നിർത്താൻ പറയുന്നത്. മായാണെങ്കിൽ ജെയ്ഡിന്റെ അടുത്ത് ചോദിക്കാണ്, ഇവര് പഠിച്ച സമയത്ത് എങ്ങനെയുണ്ടായിരുന്നു ട്രാഫിക് എന്ന്. അതായത് മായി പഠിക്കുന്ന സമയത്ത് നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു. ജെയ്ഡ് പഠിക്കുമ്പോ എങ്ങനെയായിരുന്നു എന്ന് ചോദിക്കുകയാണ്. ഭയങ്കര ട്രാഫിക് ആയിരുന്നു എന്ന് പറഞ്ഞ് ജെയ്ഡാണെങ്കിൽ ഭയങ്കരമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ ആരെയാണ് ഇന്റർവ്യൂ എടുക്കുന്നതെന്ന് തോന്നിപ്പോവും. മായാണെങ്കിൽ ജെയ്ഡിന്റെ ആക്ഷൻസും കളിയും എല്ലാം കണ്ടിട്ട് ഭയങ്കരമായിട്ട് ചിരിച്ച് അത് ശ്രദ്ധിച്ചിങ്ങനെ ആസ്വദിച്ച് നിൽക്കുവാണ്. ജെയ്ഡാണെങ്കിൽ വളവളവളാന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കുവാണ്. അങ്ങനെ ഇവരുടെ പരിചയപ്പെടലിന് ശേഷം ഒരു മാസം കഴിഞ്ഞിട്ടുള്ള കാര്യമാണ് ഇനി നമ്മള് കാണുന്നത്. ജെയ്ഡ് മായിന്റെ അടുത്തേക്ക് വന്ന് ഭയങ്കര ഹാപ്പി ആയിട്ട് സംസാരിച്ച് ഗൂസ് എവിടെയെന്ന് ചോദിക്കുമ്പോഴേക്കും ഞാനിവിടെ ഉണ്ട്, ഒന്ന് ബാത്റൂം പോയതാന്ന് പറഞ്ഞ് ഒരു പയ്യൻ വരുന്നുണ്ട്. ഈ പയ്യന്റെ പേരാണ് ഗസ്. ഇത് നമ്മുടെ യുവന്റെ ട്രെയിനിയാണ്. ജെയ്ഡ് കണ്ടതിൽ വെച്ച് ഏറ്റവും ഫ്രണ്ട്ലി ആയിട്ടുള്ള പയ്യൻ ഇവനാണ് എന്നാണ് ജെയ്ഡ് നമ്മുടെ അടുത്ത് പറയുന്നത്. അങ്ങനെ വർക്കിന് വേണ്ടി തയ്യാറായിട്ട് ലെറ്റ്സ് ഗോ എന്ന് പറഞ്ഞ് പയ്യന്മാരെ പോവാണ്. അതും കോഫി കുടിക്കുന്ന സ്ഥലത്തേക്കാണ് പോകുന്നത്. പോയി നോക്കുമ്പം അവിടെ ഒരു പയ്യൻ കോഫി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ പയ്യന്റെ പേര് ടോങ് എന്നാണ്. നമ്മുടെ കിങ്ങിന്റെ ട്രെയിനിയാണ്. ഇവന്മാര് മൂന്നാണെങ്കിൽ ഒളിച്ചു നിന്ന് അകത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ വല്ലതും ബാസ് വന്നിട്ടുണ്ടെങ്കിൽ ഇവനെ നന്നായിട്ട് പണി കൊടുക്കുന്നു പറഞ്ഞുകൊണ്ടാണ് നിൽക്കുന്നത്. അപ്പോഴാണ് ബാസ് ഇവരുടെ പുറകെ വന്ന് നിന്നിട്ട് എന്തുവായി കാണിക്കുന്നതെന്ന് ചോദിക്കുന്നത്. ആകെപ്പാടെ പെട്ടല്ലോ എന്ന് പറഞ്ഞ് ഇവര് നേരെ നിന്ന് ഒരു ഹായ് പറയുന്നുണ്ട്. അപ്പോഴാണ് ബാസ് ഗസിന്റെ അടുത്തും നമ്മുടെ മായിന്റെ അടുത്തും നിങ്ങളാണോ പുതിയ ഇന്റേൺസ് എന്ന് ചോദിക്കുന്നത്. ഇവരുടെ ആദ്യത്തെ ദിവസമാണ് ഇന്ന്. അങ്ങനെ ജസ്റ്റ് ഇവരൊന്ന് പരിചയപ്പെട്ടിട്ട് നേരെ ടോങ്ങിന്റെ അടുത്തേക്ക് പോവാണ്. ഒരു വർക്കിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് വർക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ടോങ്ങിനെയും കൂട്ടിയിട്ട് ബാസ് പോവാണ്. ഈ സമയത്ത് നമ്മുടെ ഗസും ടോങ്ങും തമ്മിൽ നോക്കുന്നുണ്ട്. അത് കുറച്ച് ഡീപ്പായിട്ടുള്ള ഒരു റൊമാൻറ്റിക് ആയിട്ടുള്ള നോട്ടമാണ്. ജെയ്ഡ് പിള്ളേരുടെ അടുത്ത് പറയുന്നുണ്ട്, ഒരു 11 മുതൽ 11:30 വരെയുള്ള ടൈമില് ഇവിടെ വന്ന് കോഫി കുടിക്കാത്തതാണ് നല്ലത്. അല്ലെങ്കിൽ നിങ്ങൾക്കും ഇതേപോലെ എക്സ്ട്രാ പണിയെടുക്കേണ്ടി വരും. ആഫ്റ്റർനൂണില് വന്ന് കുടിച്ചോ എന്ന് പറയാണ്. അങ്ങനെ ഈ രണ്ടുപേരെയും നേരെ കൂട്ടിയിട്ട് പോകുന്നത് നമ്മുടെ കിങ്ങിന്റെയും യുവന്റെയും അടുത്തേക്കാണ്. കുറേ കാലം കഴിഞ്ഞ് നമ്മൾ അവരെ കാണുന്നത് ഈ ഒരു കോലത്തിലാണ്. കിങ് എന്തോ ഒരു കുടുത്തക്കേട് ചെയ്തേന് യുവെ നന്നായിട്ട് ബേക്കിൽ എന്നെ പിടിച്ച് പിച്ചിക്കൊണ്ടിരിക്കുവാണ്. ജെയ്ഡിന്റെ അടുത്ത് കിങ് ഹെൽപ്പ് ചെയ്യാൻ പറയുമ്പം ജെയ്ഡാണെങ്കിലും ട്രൈ ചെയ്യുന്നുണ്ട്, പക്ഷെ നടക്കുന്നില്ല. പിന്നെ അവസാനം എടേടാ പിള്ളേര് വന്നിട്ടുണ്ട്, ട്രെയിനീസ് വന്നിട്ടുണ്ടെന്ന് അടങ്ങിയിരിക്കുന്ന പറയുമ്പോഴാണ് യുവെ കിങ്ങിനൊന്ന് വെറുതെ വിടുന്നത്.
അവരുടെ അടുത്ത് ജസ്റ്റ് ഒരു ഹായ് പറഞ്ഞതിന് ശേഷം പിന്നെയും കിങ്ങിനെ പിടിച്ചതെന്നുള്ളുവാണ്. ഇവരുടെ ലവിന് ഒരു മാറ്റമില്ല, പഴയതുപോലെ തന്നെ. ഇതുങ്ങൾ രണ്ടിങ്ങനെ പിന്നെയും ഇങ്ങനെ വഴക്കൂടിക്കൊണ്ടിരിക്കുമ്പം ജെയ്ഡിനാണെങ്കിൽ പിള്ളേരുടെ മുന്നിൽ നാണക്കേടല്ലേ, എടോ ഒന്ന് അടങ്ങിയിരിക്കടാന്ന് പറയുവാണ്. അങ്ങനെ എല്ലാരും കൂടെ സംസാരിച്ച് നമ്മുടെ മായി ആണെങ്കിൽ ജെയ്ഡിന് പുതിയൊരു പേരും കൂടി ഇടുവാണ്, ജെയ്ഡ് മിഡിൽ മാൻ എന്ന്. ജെയ്ഡ് ആണെങ്കിൽ ഒരുമാതിരി ദേഷ്യപ്പെട്ട് നടക്ക് നോക്കുന്നുണ്ട്. പക്ഷെ അവൻ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ആ ഒരു പേര് സ്വീകരിക്കുന്നത്. ഒരുപാട് അങ്ങ് ഇഷ്ടപ്പെട്ടു എന്ന് അതും പറഞ്ഞ് കറങ്ങി കറങ്ങി വീഴുന്നുണ്ട്. ചെക്കന് ബോധം പോയി കിടക്കുന്ന സമയത്ത് ജെയ്ഡ് ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു സീൻ നമ്മളെ കാണിക്കുവാണ്. കിങ്ങിന് കിട്ടിയ ഒരുപാട് ഗിഫ്റ്റ്സ് അവിടെ ഉണ്ട്. അതിൽ നിന്ന് ചെക്കൻ ഒരു ബബിൾ ടീ എടുത്ത് കുടിക്കുന്ന സമയത്ത് ഒരു പെണ്ണങ്ങോട്ടേക്ക് വരാണ്. അവന്റെ അടുത്ത് ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. ഹാപ്പി ആയിട്ടത് മേടിക്കുമ്പോഴാണ് അവള് പറയുന്നത് അതൊന്ന് കിങ്ങിന് കൊടുക്കുമെന്ന്. നമുക്ക് കിട്ടിയില്ലേ ചെറിയൊരു വിഷമം ഉണ്ടാവല്ലോ, എന്നാലും ശരി ഓക്കെ എന്ന് പറയുന്നുണ്ട്. അന്ന് മുതല് ഇന്ന് വരെയും ഇവനൊരു മിഡിൽ മാൻ ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. എന്തിന്? യൂണിവേഴ്സിറ്റി പഠിക്കുന്ന സമയത്ത് ഒരു പയ്യൻ യുഎക്ക് വേണ്ടിയിട്ട് ഫ്ലവർ കൊണ്ട് വരുന്നുണ്ട്. യുഎക്കാണെങ്കിൽ ആ പയ്യനെ ഇഷ്ടമല്ല. നീ വെറുതെ അവന്റെ പുറകർന്ന് ടൈം വേസ്റ്റ് ആകണ്ടെന്ന് ജെയ്ഡാണ് അവന്റെ അടുത്ത് പറയുന്നത്. അങ്ങനെ എപ്പം മുതലേ ഒരു മധ്യസ്ഥനായിട്ട് പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെ ഇപ്പം ഈ മിഡിൽ മാൻ എന്നുള്ള പേര് നമ്മുടെ ജെയ്ഡിന് ഒരു പടങ്ങ് ഇഷ്ടപ്പെട്ടു. ഇപ്പൊ ബോധം വരുമ്പോഴാണെങ്കിലും ഭയങ്കര ഹാപ്പി ആയിട്ട് ഞാനൊരു മിഡിൽ മാൻ ആണെന്ന് പറഞ്ഞ് ഭയങ്കര പ്രൗഡായിട്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഗസിന്റെ മായിന്റെ കൂടെ നിൽക്കുമ്പോഴാണെങ്കിലും അതിനെക്കുറിച്ചാണ് ഭയങ്കര ഹാപ്പി ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ബാ മീറ്റിങ്ങിന് പോവാന്ന് പറഞ്ഞ് മൂന്നുപേരും കൂടെ പോവാൻ നിൽക്കുന്ന സമയത്ത് ഗസ് കാലേന്നി താഴെ വീഴാൻ പോകുമ്പം മായി പിടിക്കുവാണ്. അങ്ങനെ ഒരു റൊമാൻറ്റിക് സീന്. പയ്യന്മാരാണെങ്കിൽ 3-4 മിനിറ്റ് ആണ് പരസ്പരം കണ്ണിലേക്ക് അങ്ങനെ നോക്കിക്കുന്നത്. ജെയ്ഡാണെങ്കിൽ താൻ പിന്നെയും ഇവിടെ ഒരു മിഡിൽ മാനായിട്ട് പ്രവർത്തിക്കുന്ന പറഞ്ഞ ഭയങ്കര പ്രൗഡായിട്ട് ഹാപ്പി ആയിട്ട് ഫീൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവന്മാരാണെങ്കിൽ കുറെ നേരം നോക്കിയിട്ടാണ് നേരെ നിൽക്കുന്നത്. നേരെ നിന്നിട്ടും പിന്നെയും ഭയങ്കരമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ജെയ്ഡാണെങ്കിൽ അതൊക്കെ മേലെ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് നിൽക്കുന്നത്. തന്റെ ഫ്യൂച്ചർ ബോയ് ഫ്രണ്ട് ആണ് ഇങ്ങനെ നിൽക്കുന്നതെന്നുള്ള വല്ല ബോധവും ജെയ്ഡിനുണ്ടോ ഈ അവിടെ. അങ്ങനെ അടുത്ത സീനിൽ എല്ലാരും ഭയങ്കര സീരിയസ് ആയിട്ട് വർക്ക് ചെയ്യുവാണ്. അങ്ങനെ കുറെ കാലത്തിന് ശേഷം നമ്മള് മങ്കോളിനെ കാണുവാണ്. ആള് വർക്കൊക്കെ തീർത്ത് പോകുന്നു. പുറകെ തന്നെ ഞാനും പോവാണെന്ന് പറഞ്ഞ ഗണ്ണും പോവാണ്. രണ്ടുപേരെയും കുറെ കാലം കഴിഞ്ഞിട്ടാണ് കാണുന്നത്. ഒരു പ്രത്യേക സന്തോഷം. ജെയ്ഡ് മായിന്റെ അടുത്ത് നമുക്ക് പോവാന്ന് പറയുന്നു. യുഎ ഗസിന്റെ അടുത്ത് ബാക്കി വർക്ക് നാളെ ചെയ്യാന്ന് പറഞ്ഞിട്ട് നേരെ കിങ്ങിനെ നോക്കാണ്. ആളാണെങ്കിൽ ഭയങ്കരമായിട്ട് വർക്ക് ചെയ്തോണ്ടിരിക്കാണ്. നേരെ ഫോൺ എടുക്കുന്നു, മെസ്സേജ് ടൈപ്പ് ചെയ്യുന്നു, ഒരു ഫോട്ടോ ഇട്ട് കൊടുക്കാണ്. ബെഡ് ഫ്രണ്ടില് യുഎ മറ്റേ ക്യാറ്റിനെ പോലെ നിന്നായിരുന്നല്ലോ, അപ്പോ ഉള്ള ഫോട്ടോ അത് കണ്ടത് നമ്മുടെ കിങ്ങിനാണെങ്കിൽ ഭയങ്കര ഹാപ്പി. ആള് ഭയങ്കര എനർജറ്റിക് ആയിട്ട് വരുവാണ്. നമുക്ക് വീട്ടിൽ പോവാന്നും പറഞ്ഞ് കിങ് ബെഡ് ഫ്രണ്ടിൽ എങ്ങനെയായിരുന്നോ അതേപോലെ തന്നെ യുഎന്റെ അടുത്ത് ഭയങ്കര ഒട്ടി ക്ലിഞ്ചി ആയിട്ടാണ് നിൽക്കുന്നത്. അങ്ങനെ നമ്മുടെ പയ്യന്മാരും അവിടുന്ന് പോകുന്നു. ടോങ് അവിടുന്ന് പോകുമ്പം ഗസം പോവാണ്. അടുത്തത് നമ്മുടെ മായിയാണ് പോവാൻ വേണ്ടി എണീക്കുന്നത്. ഈ സമയത്ത് ജെയ്ഡാണെങ്കിൽ അടിയിൽ എന്തോ ബുക്കോ അങ്ങനെ എന്തൊക്കെയോ തപ്പിക്കൊണ്ടിരിക്കാണ്. ജെയ്ഡ് എന്നിട്ട് എണീക്കുമ്പോഴാണെങ്കിൽ തലയ്ക്ക് മുട്ടുന്നുണ്ട്. നോക്കുമ്പം അവിടെ ഒരു മനുഷ്യ കുഞ്ഞു പോലെ ഇവനെ വെയിറ്റ് ചെയ്ത് നിന്നിട്ടില്ല. അങ്ങനെ എന്തായാലും ആള് ഭയങ്കരമായിട്ട് വൈബ് ചെയ്താണ് പോവാൻ നിൽക്കുന്നത്. എന്തിനാ അവിടെയുള്ള കസാരക്കിടക്കം ടാറ്റയൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നതും. പാട്ടൊക്കെ ആസ്വദിച്ച് തുള്ളിച്ചാടി വരുന്ന സമയത്ത് പെട്ടെന്നാണ് ലൈറ്റ്സ് ബ്ലിങ്ക് ആവുന്നത്. ആ കാക പടയങ്ങ് പേടിയാവുന്നുണ്ട്. പേടിച്ചാണ് അവിടുന്ന് പോകുന്നതും. ഒരു വിധത്തില് വാതിലൊടിച്ച് പുറത്തിറങ്ങുന്ന സമയത്ത് അവിടെ ആരോ നിൽക്കുന്നതായിട്ട് നേരിൽ മാത്രമായിട്ട് കാണിക്കുന്നുണ്ട്. ഇവനാണെങ്കിൽ കറക്റ്റ് ലിഫ്റ്റിലേക്ക് കയറാൻ നിൽക്കുമ്പം എന്തോ കണ്ടങ്ങ് പേടിക്കുവാണ്. പുറകിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോണ്ട് നമ്മുടെ മായി അവിടെ നിൽക്കുന്നു. രണ്ടുപേർക്കും കൂടെ ഒരുമിച്ച് പോവാന്നായിരുന്നല്ലോ ജെയ്ഡ് പറഞ്ഞത്. അതുകൊണ്ടാണ് മായി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. ഇങ്ങനെയാ മനുഷ്യനെ പേടിപ്പിച്ചതിന് നല്ലവണ്ണം തന്നെ തല്ലുന്നുണ്ട്. അങ്ങനെ പയ്യന്മാർ രണ്ടും കൂടെ കളിച്ച് ഭയങ്കര ഹാപ്പി ആയിട്ടൊക്കെയാണ് നിൽക്കുന്നത്. അങ്ങനെ അടുത്ത ദിവസം മായി തന്നെയാണ് ജെയ്ഡിനെ കൂട്ടുന്നത്. ഫുഡ് കൊടുക്കുന്നുണ്ട്. ഭയങ്കര ഹാപ്പി ആവുന്നുണ്ടെങ്കിലും ഇനിയിപ്പോ വല്ല സ്മെല്ല് വന്നാലോ എന്ന് വെച്ചാൽ ജെയ്ഡ് തിന്നാതിരിക്കുമ്പം എനിക്കൊന്നും കുഴപ്പമില്ലെന്ന് പറയാണ്. ശരി ഓക്കെ എന്ന് ഭയങ്കര ഹാപ്പി ആയിട്ട് ജെയ്ഡും അതിർത്ത് കഴിക്കുന്നുണ്ട്. കുത്തി കയറ്റിയാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. പതിയെ കഴിക്കുക അല്ലെങ്കിൽ വിക്കി പോകുന്ന മായിന്റെ കണ്ണിലാണെങ്കിൽ ജെയ്ഡിനുള്ള ഒരു ഇഷ്ടം തിരിയുന്നുണ്ട്. എന്നും ഇനി ഞാൻ നിന്നെ കൂട്ടിക്കോട്ടെ എന്ന് മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ ദിവസവും മായി തന്നെയാണ് ജെയ്ഡിനെ കൂട്ടിയിട്ട് വരുന്നത്. എല്ലാ ദിവസവും ഫുഡും കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു ദിവസം ജെയ്ഡ് വർക്ക് ചെയ്യുമ്പോഴാണെങ്കിൽ സ്റ്റോപ്പ് ചെയ്ത് ടീസ് ചെയ്തോണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇതിന് ശേഷം പയ്യന്മാരാണെങ്കിൽ ഭയങ്കരമായിട്ട് അങ്ങനെ കമ്പനി ആവുകയാണ്. ശരിക്കും പറഞ്ഞാൽ ജെയ്ഡിനിപ്പം നമ്മുടെ മായി ഇല്ലാണ്ട് പറ്റില്ല എന്നുള്ളൊരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. ജെയ്ഡിനെ ഇങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നതിന് മായിക്കാണെങ്കിൽ അത്രത്തോളം സന്തോഷം. ഇനിയും എന്ത് ഹെൽപ്പ് വേണേലും പറഞ്ഞോ എന്നുള്ള രീതിക്കാണ് അവന് നിൽക്കുന്നത്. പക്ഷെ ഇതൊന്നും നിന്റെ മാർക്കിലേക്ക് കൂട്ടത്തില്ലെന്ന് പറയുന്നുണ്ട്.
അതിനൊന്നും ഒരു കുഴപ്പമില്ല, നിന്നെ ഹെൽപ്പ് ചെയ്യാൻ എനിക്ക് തീരെ കുഴപ്പമില്ല എന്നുള്ള രീതിക്കാണ് മായി നിൽക്കുന്നത്. അതും ജെയ്ഡിന്റെ കയ്യിലേക്ക് അവന്റെ കൈ വെച്ചുകൊണ്ടാണ് ഈ പറയുന്നത്. ഈ സമയത്ത് പവൻ ജെയ്ഡിന്റെ ഹാർട്ട് ബീറ്റ് ആണെങ്കിൽ അങ്ങ് ഹൈ ലെവലിലേക്കാണ് എത്തുന്നത്. റെസ്റ്റ് ചെയ്യുന്ന സമയത്താണല്ലോ നിങ്ങളുടെ ഹാർട്ട് ബീറ്റ് ഭയങ്കരമായിട്ട് അങ്ങ് കൂടുന്നേന്ന് അവന്റെ വാച്ചും കൂടെ ചോദിക്കാണ്. എങ്ങനെയെങ്കിലും അതൊന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കാന്ന് വെച്ച് നിൽക്കുമ്പോഴേക്കും പിന്നെയും അതേ കാര്യം തന്നെ പറയാണ്. ഇപ്രാവശ്യം എക്സസൈസ് ചെയ്യാണോ എന്ന് കൂട്ടിച്ചേർക്കുന്ന കൂടി ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. മായിന്റെ മുന്നിൽ നിന്ന് തന്നെ വാച്ച് ഇങ്ങനെ പറയുന്ന സമയത്ത് അവന് നാണക്കേടല്ലേ, പതിയെ നൈസായിട്ട് അവന്ന് സ്കൂട്ടാവുന്നുണ്ട്. മായാണെങ്കിൽ ഇത് കണ്ടിട്ട് ചിരിച്ചോണ്ടിരിക്കാണ്. അങ്ങനെ നമ്മുടെ ജെയ്ഡ് വർക്ക് ചെയ്യാണെന്നുള്ള രീതിക്ക് മായിനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് മംഗോൾ വന്നിട്ട് ഈ പ്രോഗ്രാം അടിപൊളിയായിട്ടുണ്ടല്ലോ, എന്നെയും കൂടെ പഠിപ്പിക്കുമെന്ന് ചോദിക്കുന്നത്. അപ്പോണ്ട് നമ്മുടെ മായും ജെയ്ഡിനോട് ക്ലോസ് ആയിട്ട് വന്ന് നിൽക്കുന്നു. ഇവനാണെങ്കിൽ ഇങ്ങനെ നെർവസ് ആയിട്ട് നോക്കിയേക്കുന്ന കണ്ടിട്ട് മായ എന്തോ ചോദിക്കാൻ വരുമ്പോഴേക്കും ഞാൻ ഓക്കെയാണ്, നന്നായിട്ട് തന്നെയാണ് ഇരിക്കുന്നതെന്ന് പറഞ്ഞ് ഇവൻ സ്വന്തമായിട്ട് അങ്ങ് പറയുവാണ്. എന്നിട്ട് അതെങ്ങനെയാ ചെയ്യേണ്ടതെന്ന് മംഗോളിന് പറഞ്ഞു കൊടുക്കുന്നു. മായാണെങ്കിൽ ഈ സമയത്ത് ജെയ്ഡിനെ നോക്കാണ്. മംഗോൾ അത് ചെയ്ത് നോക്കുന്ന സമയത്ത് മായി കമ്പ്യൂട്ടറിൽ നോക്കിയിരിക്കാണ്. അപ്പൊ ജെയ്ഡാണെങ്കിൽ മായിനെ നോക്കിയിരിക്കുന്നു. അങ്ങനെ ജെയ്ഡ് നോക്കാത്തപ്പം മായി ജെയ്ഡിനെ നോക്കുന്നു, മായി നോക്കാത്തപ്പം ജെയ്ഡ് മായിനെ നോക്കും. അങ്ങനെ പരസ്പരം നോക്കി നോക്കി മാറി മാറി കളിച്ചുകൊണ്ടിരിക്കാണ്. മായാണെങ്കിൽ കുറച്ചും കൂടെ അടുത്തേക്ക് വന്നിട്ട് എന്നെയും കൂടെ പഠിപ്പിക്കുമെന്ന് ചോദിക്കാണ്. ജെയ്ഡാണെങ്കിൽ ഭയങ്കരമായിട്ട് മായിനെ നോക്കിയേക്കുന്നു. ഈ സമയത്ത് മംഗോളാണെങ്കിൽ അതിന്റെ ഇടയ്ക്ക് ഏറെ ശല്യപ്പെടുത്തിയിട്ട് എന്നാ പിന്നെ നീ അവനെ പറഞ്ഞു കൊടുക്ക്, ഞാൻ അവിടെ പോയി ഇരിക്കാന്ന് പറഞ്ഞ പോവാണ്. മര്യാദയ്ക്ക് മിണ്ടാതെ അങ്ങ് പോയിരുന്നെങ്കിൽ പൈമര കുറച്ചേരം കൂടെ നോക്കിന്നേനെ. കുറച്ചേരം കൂടെ എന്നാലും നോക്കി നിൽക്കുന്നുണ്ട്. എന്നിട്ടാണ് ജെയ്ഡ് പറഞ്ഞു കൊടുക്കാൻ തുടങ്ങുന്നത്. അങ്ങനെ കയ്യിലൊക്കെ പിടിച്ച് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് രണ്ടുപേരും ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ എല്ലാ ട്രെയിനീസും ട്രെയിനേഴ്സും കൂടെ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നേക്കുവാണ്. കുറെ ഡിഷ് ഉണ്ട്, എല്ലാത്തിനും കൺഫ്യൂഷൻ, എന്ത് ഓർഡർ ചെയ്യണമെന്ന്. എന്താണേലും കുഴപ്പമില്ലെന്നാണ് എല്ലാരും പറഞ്ഞു കൊടുക്കുന്നത്. എന്നാ പിന്നെ നൂഡിൽസ് കഴിച്ചാലോ എന്ന് ചോദിക്കുമ്പം ചൂടാണ് അത് വേണ്ടത്. അങ്ങനെ ഓരോന്നും പറ്റത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുവാണ്. എല്ലാത്തിന്റെ അടുത്തും ചോദിച്ചിട്ട് ഇതൊക്കെ തന്നെയാണ് അവസ്ഥ. മായിന്റെ അടുത്ത് ചോദിക്കുമ്പം ജെയ്ഡിനെയാണ് തിന്നാൻ വേണ്ടത് എന്നാണ് അവൻ പറയുന്നത്. ആള് കുറച്ച് ശരിയാവുന്നുണ്ട്. അങ്ങനെ എന്തായാലും ഫുഡ് മേടിക്കുന്നു. ജെയ്ഡ് മേടിക്കുന്ന അതേ ഫുഡ് തന്നെ നമ്മുടെ കിങ് മേടിക്കുകയാണ്. ഇത് ജെയ്ഡിന് അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല. നിനക്ക് വേറെ വല്ലതും മേടിച്ചൂടെ എന്ന് ചോദിക്കുമ്പം എനിക്ക് ഓർഡർ ചെയ്യാൻ ഭയങ്കര മടിയാണെന്ന് കിങ്. ഗസും അതേപോലെ തന്നെ ജെയ്ഡിന്റെ തന്നെ ഓർഡർ ചെയ്യട്ടെ എന്ന് ചോദിക്കുമ്പം അത് വേണ്ടെന്നും പറഞ്ഞിട്ട് കുറച്ച് ടിപ്സ് ഒക്കെ പറഞ്ഞു കൊടുക്കാണ്. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ ഓഫീസില് മായ്ക്ക് ഗസ് ഒരു ഡ്രിങ്ക്സ് കൊടുക്കുകയാണ്. ഇവരാണെങ്കിൽ ഭയങ്കരമായിട്ട് സംസാരിച്ച് നിൽക്കുന്നതൊക്കെ നമ്മുടെ ജെയ്ഡും കിങ്ങും യുഎയും ടോങ്ങും അടക്കം എല്ലാരും നോക്കിയിരിക്കുന്നുണ്ട്. ജെയ്ഡാണെങ്കിൽ എല്ലാത്തിനെയും അടുത്ത് കൂട്ടി വിളിച്ചിരുത്തിയിട്ട് കണ്ടോ അവര് തമ്മിൽ എന്തോന്ന് നടക്കുന്നുണ്ട്, ഞാനിവരെ സെറ്റാക്കുന്നു പറഞ്ഞുകൊണ്ടാണ് നിൽക്കുന്നത്. ഇവരാണെങ്കിൽ സംസാരിച്ച് അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു. ഇവര് തമ്മിൽ എന്തോ ഉണ്ട്, എന്തായാലും ഞാൻ രണ്ടുപേരെയും സെറ്റാക്കി കൊടുക്കുന്നു പറഞ്ഞുകൊണ്ടാണ് ജെയ്ഡ് നിൽക്കുന്നത്. പിന്നെയും ഒരു മിഡിൽമാൻ ആവുന്നും പറഞ്ഞു. ആദ്യം നീ പോയിട്ട് അവർക്ക് നിന്റെ ഹെൽപ്പ് വേണമെന്ന് ചോദിക്കുന്നത് കിങ് പറയുന്നുണ്ടെങ്കിലും അത് ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഉറപ്പായിട്ട് അവർക്ക് എന്റെ ഹെൽപ്പ് വേണമെന്നും പറഞ്ഞുകൊണ്ടാണ് ജെയ്ഡ് നിൽക്കുന്നത്. ജെയ്ഡ് അവിടുന്ന് പോയി കഴിയുമ്പം കിങ് ആണെങ്കിൽ ടോങ്ങിന്റെ അടുത്ത് പോവാൻ സിഗ്നൽ കാണിക്കുവാണ്. എന്തിനായിരിക്കും കിങ് അങ്ങനെ ചെയ്തത് എന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. യുഎന്റെ അടുത്ത് നമ്മുടെ കാര്യത്തെ കുറിച്ച് സ്പൈസി ആക്കിയാലോ എന്ന് കിങ് ചോദിക്കുമ്പം യുഎ അത്ര പെട്ടെന്ന് അങ്ങ് സമ്മതിക്കുന്ന ആളൊന്നും അല്ലല്ലോ. പോരാത്തേന് സീരീസ് തുടങ്ങിയിട്ട് ഇതുവരേക്കും കിങ്ങിനൊരു ചവിട്ട് കിട്ടിയില്ലല്ലോ എന്ന് ആലോചിച്ചിരിക്കുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോഴേക്കും അത് കിട്ടുന്നുണ്ട്. ചവിട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും റൂമില് പോയിട്ട് സംസാരിക്കാം എന്ന് പറയാണ്. അല്ലേലും വേദനിപ്പിച്ചു കഴിഞ്ഞാൽ ഒരു ഗിഫ്റ്റ് ഉണ്ടല്ലോ, സ്വാഭാവികം. ഒരു ഔട്ട്ഫിറ്റ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഇവ അവിടുന്ന് പോകുന്നത്. അതെന്ത് ഔട്ട്ഫിറ്റ് ആയിരിക്കും എന്ന് നമ്മളും ചിന്തിച്ചു വെക്കുമ്പം ഒരു പ്രത്യേക ചിരിയും തിരിച്ചുകൊണ്ട് റെഡി ആയിട്ടിരുന്നോളാൻ പറഞ്ഞിട്ടാണ് യുവ പോകുന്നത്. കിങ്ങിനാണെങ്കിൽ അത്രത്തോളം എക്സൈറ്റ്മെന്റ്, ഭയങ്കര ഹാപ്പി ആയിട്ടാണ് യുവന്റെ പുറകെ പോകുന്നത്. പിന്നെ നമ്മുടെ കിങ് എപ്പോഴും റെഡി ആണല്ലോ. ഇവിടെ ജെയ്ഡാണെങ്കിൽ മായിന്റെ അടുത്ത് എന്തൊരു കാര്യത്തിന് ഹെൽപ്പ് ചെയ്യാൻ പറയാണ്. അവനാണെങ്കിൽ അത്രയ്ക്ക് ആവേശം, റെഡി ആയിട്ട് എന്ത് ഹെൽപ്പാന്നും പറഞ്ഞ് ക്ലോസ് ആയിട്ട് വന്നിരിക്കുകയാണ്. ജെയ്ഡാണെങ്കിൽ മായിന്റെ സൗന്ദര്യം ഇങ്ങനെ ഭയങ്കരമായിട്ട് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറെ നേരം കഴിയുമ്പോഴാണ് അവൻ ഓർമ്മ വരുന്നത് മായി ഗസിൻ്റെതാണെന്ന്. ഇവന്റെ ഫേഷ്യൽ എക്സ്പ്രഷൻ കണ്ടിട്ട് മായി ചോദിക്കുന്നുണ്ട് എന്ത് പറ്റിയെന്ന്. ഒന്നുമില്ല, നമ്മള് ഭയങ്കര ക്ലോസ് ആയിട്ടായിരിക്കുന്നതെന്ന് പറയുമ്പം മായി മാറിയിരിക്കുന്നുണ്ട്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് യുഎയും ഗസും കൂടെ വരുന്നത്. യുഎനെ പിടിച്ചു വെച്ചിട്ട് നീ ഗസിന്റെ കൂടെ എന്തെങ്കിലും വർക്ക് ചെയ്യാൻ ഏറ്റിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഇതുവരേക്കും ഇല്ലെന്ന് പറയുമ്പം ഗസിന്റെ അടുത്ത് മായിനെ ഹെൽപ്പ് ചെയ്യാൻ ഒന്ന് വിടുമെന്ന് ചോദിക്കുകയാണ്. യുഎ സമ്മതിക്കുന്നുണ്ട്.
ജേഡാണെങ്കിൽ മായിനെയും ഗസിനെയും സെറ്റാക്കാനുള്ള പരിശ്രമത്തിലാണ്. ഞാൻ പോയിട്ട് പെട്ടെന്ന് വരാമെന്ന് മായി പറയുന്ന സമയത്ത് തിരക്കൊന്നും പിടിക്കണ്ട, പതിയെ വന്നാ മതിയെന്ന് ജെയ്ഡ്. അവർ രണ്ടും പോയി കഴിയുമ്പം ഒരു പേരിനെയും കൂടെ സെറ്റാക്കിയതിന്റെ സന്തോഷത്തില് എന്തൊരു ടൈമിംഗ് ആണ്. മങ്കോളും ഇവിടെ ഇല്ല, ഗണ്ണും ഇല്ലെന്ന് പറഞ്ഞ് ഭയങ്കര ഹാപ്പി ആയിട്ട് കളകളാന്ന് എന്തൊക്കെയോ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഈ സമയത്താണ് അങ്ങോട്ടേക്ക് യുവ വരുന്നത്. എന്തുവായി പറയുന്നതെന്ന് ചോദിക്കുമ്പം ഞാനൊന്നും പറഞ്ഞിട്ടില്ല, നിന്റെ ചെവിക്ക് എന്തോ കുഴപ്പമുണ്ട് എന്ന് ജെയ്ഡ് പറയുന്നുണ്ട്. പക്ഷെ ജെയ്ഡ് എന്താ ചെയ്യുന്നതെന്ന് യുവയ്ക്ക് നല്ലവണ്ണം തന്നെ മനസ്സിലാവുന്നുണ്ട്. ഇവിടെയാണെങ്കിൽ മായയും ഗസും കൂടി ഇരുന്ന് ഭയങ്കരമായിട്ട് വർക്ക് ചെയ്തോണ്ടിരിക്കാണ്. ഇവരാണെങ്കിൽ ഇങ്ങനെ ക്ലോസ് ആയിട്ടിരുന്ന് വർക്ക് ചെയ്യുന്നത് നമ്മുടെ ജെയ്ഡ് വന്ന് നോക്കിക്കാണ്. അവനാണെങ്കിൽ അത് കണ്ടിട്ട് ഭയങ്കര സന്തോഷം, അതും കണ്ട് ആസ്വദിച്ചോണ്ടിരിക്കാണ്. ഇത് കാണുമ്പോൾ ജെയ്ഡിന്റെ മണ്ടയ്ക്കൊരെണ്ണം കൊടുക്കാനാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ വർക്കൊക്കെ തീർത്തേക്കുന്ന സമയത്ത് നമ്മുടെ മായ്ക്കാണെങ്കിൽ കുറച്ച് തോള് വേദന എടുക്കുവാണ്. ഗസ് ആണെങ്കിൽ മസാജും ചെയ്ത് കൊടുക്കുന്നു. ഇതും കൂടെ കാണുന്ന ജെയ്ഡിനാണെങ്കിൽ ഭയങ്കരമായിട്ട് ഷൈ ആയിട്ടൊക്കെയാണ് ഫീൽ ചെയ്യുന്നത്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് ടോങ് കയറി വരുന്നത്. ഇവനാണെങ്കിൽ മായും ഗസും അങ്ങനെ ഇരിക്കുന്നത് അത്രയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഗസ് ആണെങ്കിലും ടോങ്ങിനെ കണ്ടതും മസാജ് ചെയ്ത് തരണോന്ന് ചോദിക്കാണ്. ചെറിയൊരു ഇഷ്ടക്കേടോടെ വേണ്ടെന്നും പറഞ്ഞവൻ പോവാൻ നിൽക്കുന്ന സമയത്ത് പിടിച്ചു വലിച്ച് വന്നിരുത്തി മസാജ് ചെയ്യാൻ തുടങ്ങുവാണ്. ഇത് കണ്ടിട്ട് ജെയ്ഡിനെ വെറുതെ ഇരിക്കാൻ പറ്റുമോ? ഓടി വന്നിട്ട് അവനെ തടയുവാണ്. എന്തെങ്കിലും ഹെൽപ്പ് വേണോന്ന് ഗസ് ചോദിക്കുമ്പം അവനാണെങ്കിൽ അയ്യോ എനിക്ക് ഭയങ്കരമായിട്ട് കൈവേദന എടുക്കുന്നു, ഷോൾഡർ വേദന എടുക്കുന്നേന്ന് പറഞ്ഞ് നെഞ്ചുവേദന എടുക്കുന്നതിനെക്കാട്ടും ഭയങ്കരമായിട്ട് ആക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഗസ് ടോങ്ങിന് മസാജ് ചെയ്യാൻ പോയപ്പം ശല്യപ്പെടുത്തിക്കൊണ്ടാണോ എന്തോ ഗസ് ആണെങ്കിൽ ജെയ്ഡിന്റെ കൈ പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കുന്നു. കഴുത്താണെങ്കിൽ പിടിച്ച് ഒടിക്കുന്ന ആളൊക്കെയാണ് തിരിക്കുന്നത്. മൊത്തത്തില് ജെയ്ഡിനെ അങ്ങ് പിഴിഞ്ഞെടുക്കുവാണ്. പാവം വേദന സഹിക്കാൻ പറ്റാണ്ടാണ് പോവാൻ നിൽക്കുമ്പോ പോലും നിൽക്കുന്നത്. കൂടെ തന്നെയാണല്ലോ നമ്മുടെ മായ ഉള്ളത്. ഇപ്പോഴും വേദന ഉണ്ടോന്ന് ചോദിക്കുന്നുണ്ട്. കുഴപ്പമൊന്നും ഇല്ലെന്ന് ജെയ്ഡ്. ഫ്രൈഡേ ആയതുകൊണ്ട് നല്ല ട്രാഫിക് ഉണ്ടാവുമെന്ന് ജെയ്ഡ് പറയുന്ന സമയത്ത് എവിടെയെങ്കിലും പോണമെന്നുണ്ടോ? എനിക്ക് തിരക്കൊന്നുമില്ല, ഞാൻ ഫ്രീ ആണെന്നുള്ള രീതിക്ക് മായ പറയാണ്. ഫാർമസി പോണെന്ന് ജെയ്ഡ്. അയ്യോ പനിക്കുന്നുണ്ടോന്ന് പറഞ്ഞ് മായി അവന്റെ നെറ്റിയില് കൈ വെച്ച് നോക്കാണ്. ജെയ്ഡിനാണെങ്കിൽ എപ്പോഴത്തെ പോലെ ഹാർട്ട് ബീറ്റ് അങ്ങ് കൂടാണ്. വാച്ചാണെങ്കിൽ പറയുന്നുണ്ട്. ഇവനാണെങ്കിൽ ഇതും കൂടെ കേട്ടിട്ട് കുറച്ചും കൂടെ അങ്ങ് നെർവസ് ആവുകയാണ്. അങ്ങനെ എന്തായാലും രണ്ടുപേരും കൂടെ ഒരു ഫാർമസിസ്റ്റിന്റെ അടുത്തേക്കാണ് വരുന്നത്. ഭയങ്കര ഹാപ്പി ആയിട്ട് സംസാരിക്കുന്നു. കുറെ ആയല്ലോ കണ്ടിട്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ മായിനെയും പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ പുതിയ ഇന്റേൺ ആണ്, ഭയങ്കര ടാലന്റഡ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട്. നമ്മുടെ ജെയ്ഡാണെങ്കിൽ സാക്കോ എവിടെയെന്ന് ചോദിക്കുകയാണ്. അകത്തുണ്ട് എന്നാ ലേഡി പറയുമ്പം ഇവനും നമ്മുടെ ചെക്കന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് അകത്തേക്ക് കൂട്ടിയിട്ടുമാണ്. കുഞ്ഞു ആവല്ലോ ആയിരിക്കും എന്ന് പറഞ്ഞ് നമ്മൾ നോക്കിയിരിക്കുമ്പം അതൊരു പട്ടിക്കുട്ടിയായിരുന്നു. കഴിഞ്ഞ മാസം ആ പട്ടിക്കുട്ടി ഒരു ആക്സിഡന്റില് പെടേണ്ടതായിരുന്നു. ആ സമയത്താണ് ജെയ്ഡ് കണ്ടത്. പക്ഷെ അതിനെ അവന്റെ കൊണ്ടലേക്ക് കൂട്ടിയിട്ട് പോകാൻ പറ്റത്തില്ല, അവിടെ പെറ്റ്സ് അലൗഡ് അല്ല. ആ സമയത്താണ് ആ ഒരു ഫാർമസിസ്റ്റ് ലേഡീനെ കാണുന്നത്. അങ്ങനെ ആ ലേഡി സാക്കുനെ നോക്കുന്നതിന് ജെയ്ഡിനെ ഹെൽപ്പ് ചെയ്തു. ജെയ്ഡാണെങ്കിൽ മായിന്റെ അടുത്ത് പട്ടിക്കുട്ടി ഭയങ്കര ക്യൂട്ടല്ലേ, അഡോറബിൾ അല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മായാണെങ്കിൽ ജെയ്ഡിനെ നോക്കിയിട്ട് അതെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാണ്. എന്നിട്ട് പറയാണ് സാക്കു ഭയങ്കര ലവ്ലിയാണ്, പക്ഷെ അതിനെക്കാട്ടും നിങ്ങള് ലവ്ലിയാണെന്ന്. ആര്? ജെയ്ഡ്. മായി ഇങ്ങനെ റൊമാൻറ്റിക് ആയിട്ട് പറയുന്ന സമയത്ത് ജെയ്ഡാണെങ്കിൽ അപ്പൊ നീ ഞാനൊരു പട്ടിയാണെന്നാണോ പറയുന്നതെന്ന് ചോദിക്കാണ്. അങ്ങനെയല്ല, പട്ടീനെക്കാട്ടും നിങ്ങളെ ലവ്ലിയാണ് എന്ന് മായി. ജെയ്ഡിന്റെയും സാക്കുന്റെയും ഫോട്ടോ എടുത്ത് തരട്ടെ എന്ന് മായ ചോദിക്കാണ്. അങ്ങനെ കുറെ ഫോട്ടോസ് എടുക്കുന്നുണ്ട്. അങ്ങനെ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് രണ്ടുപേരും കൂടെ വരുന്ന സമയത്ത് മായാണെങ്കിൽ ജെയ്ഡിന്റെ അടുത്ത് ഈ ഫോട്ടോ അടിപൊളിയായിട്ടുണ്ട്, ഞാൻ വാൾപേപ്പർ ആക്കിക്കോട്ടെ, കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്ന് ചോദിച്ചവരാണ്. അപ്പോഴാണ് ഏതോ ഒരു പയ്യൻ ജെയ്ഡിന്റെ കയ്യിലേക്ക് പിടിച്ചിട്ട് ഞാൻ വിളിച്ചിട്ട് നീ എന്താ കോൾ എടുക്കാത്തേന്ന് ചോദിക്കുന്നേ. ആരുടെ ഇവൻ? എന്റെ ലവിന് എന്നെ പണിയിരുന്ന് തോന്നുന്നല്ലോ എന്നുള്ള രീതിക്കാണ് മായി നോക്കുന്നത്. ആ പയ്യൻ ഭയങ്കര അവകാശത്തോടെ നീ എന്താ ഞാൻ വിളിച്ചിട്ട് കോൾ എടുക്കാത്തേന്ന് പറഞ്ഞ് ജെയ്ഡിന്റെ കയ്യിലേക്ക് പിടിക്കുമ്പം മായി അത് പിടിച്ചു മാറ്റുന്നു. നീ ആരാന്ന് ആ പയ്യൻ ചോദിക്കുമ്പം ജെയ്ഡിന്റെ ഇന്റേൺ ആണ് എന്ന് മായി. ഓ ഇന്റേൺ ആണോ, അത്രേ ഉള്ളൂന്ന് അവൻ. എന്നിട്ട് ജെയ്ഡിന്റെ കൈ പിടിച്ചിട്ട് നീ ഇപ്പൊ എന്റെ കൂടെ വരുന്നോ അതോ അവന്റെ കൂടെ പോകുന്നോന്ന് ചോദിക്കുകയാണ്. ജെയ്ഡാണെങ്കിൽ ഒന്നും മിണ്ടാതെ നിൽക്കാണ്. മായാണെങ്കിൽ ജെയ്ഡിന്റെ അപ്പുറത്തെ കൈ പിടിച്ചിട്ട് ഇങ്ങോട്ട് വലിക്കുന്നു, അയാളാണെങ്കിൽ അങ്ങോട്ട് വലിക്കുന്നു. അങ്ങനെ കുറച്ചു നേരത്തെ വടംവലിക്ക് ശേഷം ജെയ്ഡാണെങ്കിൽ അയാളുടെ കൂടെ പോവാൻ നിൽക്കുവാണ്. മായി പിന്നെയും പിടിച്ചു വെക്കുന്ന സമയത്ത് അയാള് മായനെ പിടിച്ച തള്ളി വിട്ടിട്ട് ജെയ്ഡിനെയും കൂട്ടി പോവാണ്. മായാണെങ്കിൽ ഭയങ്കര വിഷമത്തിലും ദേഷ്യത്തിലും ഒക്കെ നിൽക്കുന്നു. പക്ഷെ ഇതൊക്കെ മായിന്റെ ഇമാജിനേഷൻ ആയിരുന്നു. ശരിക്കും അവൻ നല്ല ദേഷ്യം പിടിച്ചാണ് ഇരിക്കുന്നത്. പക്ഷേ
ജെയ്ഡിന്റെ കൂടെയുള്ള ആ പയ്യൻ ജെയ്ഡിന്റെ ചേട്ടനാണ്. ജെയ്ഡ് അവരെ പരസ്പരം പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. ജെയ്ഡിന്റെ കൂടെയാണോ കടക്കുന്നതെന്ന് ചേട്ടൻ ചോദിക്കുന്ന സമയത്ത് അല്ലല്ല ചുമ്മാ കൊണ്ടുവിടാൻ വന്നെയാണ് എന്ന് മായി. രണ്ടുപേർക്കും കൂടെ ഇനി ഇവിടെ കടന്നാ പോരേന്ന് പറഞ്ഞിട്ട് ചേട്ടൻ അപ്പൊ തന്നെ പറയാണ് അല്ലേ അത് വേണ്ട, ഇവനാണെങ്കിൽ ഉറക്കത്തില് ചവിട്ടും വേദിക്കും ഉരണ്ടാണ് കടക്കുക, ഉറക്കം വലിക്കും അതാക്കും ഇതാക്കും പറഞ്ഞ ഒരു 10,000 കാര്യങ്ങളൊക്കെ എടുത്തു പറയാണ്. അപ്പോഴേക്കും ജെയ്ഡ് വാവത്തെ പിടിക്കുന്നോണ്ട് പ്രത്യേകിച്ച് വേറൊന്നും പറയുന്നില്ല. മായിന്റെ വീട് ഇവിടെ അടുത്ത് തന്നെയാണെന്ന് പറയുന്നുണ്ട്. ചേട്ടൻ വന്നത് അമ്മ ഉണ്ടാക്കി കൊടുത്ത ഫുഡ് ജെയ്ഡിന്റെ അടുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇവൻ വിളിച്ചിട്ട് കോൾ എടുക്കാത്ത കാര്യം പറയുമ്പം മായാണെങ്കിൽ പറയാണ് എന്നാ പിന്നെ എന്നെ വിളിച്ചോളാൻ, അതിന് പ്രശ്നമൊന്നും ഇല്ലേന്ന് ചേട്ടൻ ചോദിക്കുന്നുണ്ട്. ഇവൻ എന്ത് പ്രശ്നം ഓക്കെ എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ട് ചേട്ടൻ അവിടുന്ന് പോവാണ്. ചേട്ടൻ കൊണ്ടുവന്ന ഫുഡീന്ന് മായ്ക്കും കൂടെ കൊടുത്തിട്ടാണ് ജെയ്ഡ് അവിടുന്ന് പോകുന്നത്. അവനാണെങ്കിൽ ഭയങ്കര ഹാപ്പി. അങ്ങനെ കുറച്ച് കഴിയുമ്പം ജെയ്ഡിനെ അവന്റെ വീട്ടിൽ നിന്ന് വിളിക്കുകയാണ്. അവൻ അമ്മയും അച്ഛനും ചേട്ടനും ഒരു അനിയത്തിയാണ് ഉള്ളത്. അമ്മ കൊടുത്തു വിട്ടത് ജെയ്ഡിന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഫുഡല്ല, ചേട്ടന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഫുഡാണ്. പിന്നെ എപ്പോഴത്തെ പോലെ തന്നെ സലാഡും. ജെയ്ഡിന്റെ അടുത്ത് ചേട്ടൻ പറയുന്നുണ്ട് നിനക്ക് ഞാൻ അടുത്ത പ്രാവശ്യം നിനക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് മേടിച്ചുകൊണ്ടുവരാന്ന്. അതെ എപ്പം പറയുന്ന മാത്രമേ ഉള്ളൂ, കിട്ടാറില്ലെന്ന് ജെയ്ഡ്. അപ്പൊ കുടുംബം ഒന്നടങ്കം അവനെ ഉപദേശിക്കുകയാണ്. വെജിറ്റബിൾസ് ആണ് നല്ലത്, സലാഡ്, ഫ്രൂട്ട്സ്, ഇഞ്ചിയൊക്കെ കഴിക്കണം, എന്നാലേ ഹെൽത്തിന് നല്ലതുള്ളൂ, നിനക്ക് ജങ്ക് ഫുഡാണ് ഇഷ്ടം എന്ന് എല്ലാരും കൂടെ ഒരുമിച്ച് ഇവനായിട്ട് ഉപദേശിക്കുകയാണ്. എല്ലാരും കൂടെ ഒരുമിച്ച് ഒരേ വീഡിയോ കോളില് സംസാരിച്ചിട്ടുണ്ട്. എങ്ങനെ ഉണ്ടാവും? ഒരുമാതിരി ഈച്ച കൂന്നനെ കുട്ടികൾ ഒച്ച മാത്രമല്ലേ കേൾക്കുള്ളൂ, അതേ അവനും കേൾക്കുന്നുള്ളൂ. സോ സൗണ്ട് ഓഫ് ആക്കി വെച്ച് തറ്റയും പറഞ്ഞ പോവാണ്. എന്നിട്ട് അവിടെ ഇരിക്കുന്ന ഒരു ബുക്ക് എടുത്ത് വായിച്ച് ഏതോ സ്വപ്ന ലോകത്തിരുന്ന് ചിരിക്കുന്നുണ്ട്. ഇവിടെ മായിനെയാണെങ്കിൽ അവന്റെ അമ്മ വിളിക്കുന്നുണ്ട്. അമ്മേന്റെ ഏറ്റവും ഇളയ മോനാണ് മായി. അതുകൊണ്ട് തന്നെ ടെൻഷനായിട്ട് അതിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഇങ്ങനെ കുറച്ച് ദൂരെ വന്ന് നിൽക്കുമ്പം അമ്മയ്ക്ക് അത് നോക്കാൻ പറ്റുന്നില്ലല്ലോ. അതേപോലെ ഇവൻ എപ്പോഴും ജെയ്ഡിന്റെ കാര്യം പറയുന്നത് കൊണ്ട് അമ്മ തന്നെ ഇങ്ങോട്ട് പറയുന്നുണ്ട്. അമ്മ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ജെയ്ഡിനെ ഒന്ന് കാണിച്ചു തരണമെന്ന്. അത് കഴിഞ്ഞിട്ട് മായ ജെയ്ഡിന്റെ അടുത്ത് വിളിച്ചോട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്. വിളിക്കുകയും ചെയ്യുന്നുണ്ട്. രണ്ടുപേരും സംസാരിക്കുന്ന സമയത്ത് ഉറങ്ങാൻ പോവാണോ എന്ന് മായ ചോദിക്കുന്നുണ്ട്. ഇതുവരെയൊക്കെ ഉറക്കം വരുന്നില്ലെന്ന് പറയുമ്പം എന്നാ പിന്നെ ഞാൻ കമ്പനി തരാന്ന് മായി. ഞാനും പ്രേതത്തെ കുറിച്ച് പറയാൻ വേണ്ടിട്ട് ഒരാളെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു എന്ന് ജെയ്ഡും. നീ ഒറ്റയ്ക്കാണോ, നിനക്ക് പ്രേതത്തെ പേടിയുണ്ടോന്ന് ജെയ്ഡ് ചോദിക്കാണ്. ആ സമയത്ത് ഇവർ രണ്ടും അടുത്തുള്ള പോലെയാണ് നമ്മളെ കാണിക്കുന്നത്. ഒറ്റയ്ക്കാണ്, പക്ഷെ പ്രേതത്തെ പേടിയില്ലെന്ന് മായി. ജെയ്ഡാണെങ്കിൽ അവനെ നോക്കിയിട്ട് ഒറ്റ കാർച്ചയാണ്, കൂടെ തന്നെ മായിയും. അങ്ങനെ കാറ് പൊളിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ യുഎയും കിങ്ങും സെറ്റ് ആവുന്നതിന് മിഡിൽമാൻ ആയിട്ട് നിന്നത് ജെയ്ഡായിരുന്നല്ലോ. ആ ഒരു കാര്യം പറയുന്നുണ്ട്. മുന്നേയൊക്കെ യുഎയും ജെയ്ഡും കൂടെ പ്രേതത്തിന്റെ കഥയൊക്കെ പറയായിരുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെയാണ് സംസാരിച്ചിരിക്കുന്നത്. അങ്ങനെ ബോയ് ഫ്രണ്ട് എന്നുള്ള ഒരു ടോപ്പിക് വരുമ്പം മായ ചോദിക്കാണ് ജെയ്ഡിന് ബോയ് ഫ്രണ്ട് ഉണ്ടോന്ന്. ഇല്ലെന്ന് ജെയ്ഡ്. ഇവനാണെങ്കിൽ ചാൻസ് ഉണ്ടല്ലോ, അതിന്റേതായ ഒരു ചിരി. അങ്ങനെ പയ്യന്മാരാണെങ്കിൽ കുറെ നേരം ഭയങ്കരമായിട്ട് സംസാരിച്ചിരിക്കുന്നുണ്ട്. ഭയങ്കര ആക്റ്റീവായിട്ടാണ് ജെയ്ഡ് ഉള്ളത്. അവനെ ആസ്വദിച്ച് മായും. എന്നത്തെ പോലെ പിറ്റേ ദിവസവും മായും ജെയ്ഡും കൂടിയാണ് വരുന്നത്. ജെയ്ഡാണെങ്കിൽ മായിന്റെ അടുത്ത് ആദ്യം പൊക്കോ എന്നിട്ട് ഞാൻ വരാന്ന് പറയാണ്. മായാണെങ്കിൽ ജെയ്ഡിന്റെ ബാഗ് ചോദിച്ച് മേടിച്ചിട്ടാണ് പോകുന്നത്. ഇവനാണെങ്കിൽ സിസ്റ്റത്തില് കൈവെക്കുന്നുണ്ട്. പക്ഷെ അതാണെങ്കിൽ ഇവനെ റെക്കഗ്നൈസ് ചെയ്യുന്നില്ല. ഒരു 10-20 പ്രാവശ്യം ട്രൈ ചെയ്യുന്നുണ്ട്, എന്നിട്ട് നടക്കുന്നില്ല. അപ്പോഴാണ് അങ്ങോട്ടേക്ക് മങ്കോളും ഗണ്ണും കൂടെ വരുന്നത്. ഗണ്ണ് കൈവെക്കാൻ വരുമ്പോഴേക്കും മങ്കോൾ അതിന്റെ ഇടക്കേറെ കൈയും വെച്ച് അവിടെ പോകുന്നു. ഗണ്ണ് കൈവെക്കാൻ പോകുമ്പോഴേക്കും ഞാൻ ആദ്യം വന്നത്, ഞാൻ ആദ്യം ചെയ്യുന്ന പറഞ്ഞ് ജെയ്ഡ് കൈവെക്കുവാണ്. പിന്നെ നടക്കുന്നില്ല. അങ്ങനെ ഗണ്ണും കൈവച്ച് അകത്തേക്ക് കയറി പോവാണ്. ഒന്നും കൂടെ അവനെ തന്നെ എൻകറേജ് ചെയ്ത് പിന്നെയും കൈവെക്കുന്നുണ്ട്. ആ സമയത്ത് മിഷൻ കംപ്ലീറ്റ് ആവുന്നുണ്ട്. പക്ഷെ 1 മിനിറ്റ് അവൻ ലേറ്റ് ആയി പോയി, അതുകൊണ്ട് സാലറി പോവും. ഇതും പറഞ്ഞ് മായിന്റെ അടുത്ത് പോലമ്പിക്കൊണ്ടിരിക്കാണ്. ഞാൻ ലക്കിയേ അല്ലെന്നും പറഞ്ഞു. എന്നാ പിന്നെ നിങ്ങളുടെ ജീവിതത്തിലെ ലക്കി ആയിട്ടുള്ള കാര്യം ഞാൻ ആയിക്കോട്ടെ എന്നുള്ള രീതിക്ക് മായ ചോദിക്കുകയാണ്. ജെയ്ഡാണെങ്കിൽ അന്ത വിട്ട് നോക്കുന്നുണ്ടിട്ട് ചുമ്മാ പറഞ്ഞാണെന്ന് മായി. ഇന്നലെ രാത്രി കുറെ നേരം കഴിഞ്ഞിട്ടല്ലേ രണ്ടും കൂടെ സംസാരിച്ച് കിടന്നത്. അതുകൊണ്ട് ജെയ്ഡ് സോറി ചോദിക്കുന്നുണ്ട് ലേറ്റ് ആയിട്ട് എണീക്കണ്ടാവുന്നതിന്. പക്ഷെ അത് തനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്നാണ് മായ പറയുന്നത്. ജെയ്ഡിനും അങ്ങനെ തന്നെയാണെന്ന് പറയുന്നുണ്ട്. ഇത്രയും സംസാരിക്കുന്ന ഒരാള് എങ്ങനെ ഇങ്ങനെ സിംഗിൾ ആയിട്ടിരിക്കുന്നതെന്ന് ജെയ്ഡ് ചോദിക്കുമ്പോഴേക്കും അങ്ങോട്ടേക്ക് എന്താ സിംഗിളോ, ഞാനും ഒരുപാട് സംസാരിക്കും, സിംഗിൾ ആണെന്നും പറഞ്ഞോണ്ട് ഗസ് അങ്ങോട്ട് വരികയാണ്. ഞാൻ അതിനെ ഒരുപാട് കാലത്തേക്കൊന്നും സിംഗിൾ ആയിട്ടിരിക്കാൻ പോകുന്നില്ലെന്ന് മായി ജെയ്ഡിനെ ഉദ്ദേശിച്ച് പറയുന്നുണ്ട്. അങ്ങനെ അവരവിടുന്ന് പോവാണ്. അടുത്ത സീനില് ഗ്രാഫിക് ടീമില് കിങ് യു അടക്കം സീനിയേഴ്സും ജൂനിയേഴ്സും ആയിട്ടുള്ള എല്ലാരും കൂടെ നിൽക്കുവാണ്. ഈ സമയത്ത് ഗണ്ണാണെങ്കിൽ പറയുവാണ് ഇവരുടെ ഈ ഒരു ബിൽഡിംഗ് ഹോണ്ടഡ് ആണെന്ന്.
പ്രേതവാദം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവന്മാരെല്ലാം കൂടി ആണെങ്കില് നേരെ ഒരു ബാത്റൂമിലേക്ക് പോന്നു. അവിടെയാണെങ്കില് നോക്കി എന്ന സൗണ്ട് കേൾക്കുകയാണ്. എല്ലാത്തിനും ഒടുക്കത്തെ പേടിയാണ്. എന്നാലും പേടിച്ച് പേടിച്ച് മങ്കോളാണ് പോയിട്ട് തട്ടി നോക്കുന്നതും അങ്ങനെ ഡോറിന്റെ മേലെ കൂടെ കൈ വെക്കുന്നുണ്ട്. അപ്പൊ അവന്റെ കയ്യിലേക്കാണെങ്കിൽ ആരോ പിടിക്കുവാണ്. പാവം പേടിച്ച് ജീവനം കൊണ്ട് ഓടുന്നുണ്ട്. അങ്ങനെ എന്താ സംഭവം എന്ന് യുവയെ നോക്കുന്ന സമയത്ത് ജെയ്ഡാണെങ്കിലും പേടിച്ച് പേടിച്ച് നിൽക്കുമ്പം മായാണെങ്കിലും അവന്റെ തോളത്തൂടെ കൈയിടുവാണ്. പേടിച്ച് കാരുക്കൂവി നിലവിളിച്ച് ജെയ്ഡ് ഒരു വഴിയാകുന്നുണ്ട്. പാതി ചത്തു എന്നാണം പറയാൻ. യു ആണെങ്കിൽ ജെയ്ഡിനെ കൊണ്ട് നിർബന്ധിച്ച് ഡോറ് നോക്ക് ചെയ്യിപ്പിക്കുന്നു. അങ്ങനെ നോക്ക് ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് പെട്ടെന്ന് ഡോർ തുറന്നിട്ട് എന്തോ ഒച്ച വരുവാണ്. നോക്കുമ്പോ അത് കിങ്. ഇതൊക്കെ നടന്നു കഴിഞ്ഞിട്ടാണ് ഇവരെ സംസാരിക്കുന്നത്. ഈ സമയത്ത് ഗണ്ണാണെങ്കിലോ പറയുന്നത് ഉറപ്പായിട്ടും ഇവിടെ എന്തോ പ്രേതം കണ്ടുണ്ട് എന്നാണ്. ഓരോരുത്തര് റൂമേഴ്സ് പറയുന്നുണ്ട്. നൈറ്റ് ഒറ്റയ്ക്ക് എലവേറ്ററില് പോകുന്ന ആൾക്കാർക്കാണ് കൂടുതൽ പ്രശ്നം ഉണ്ടാവുന്നത്. ഇവര് ലിഫ്റ്റില് പോകുന്ന സമയത്ത് 6ാമത്തെ ഫ്ലോറില് താനേ നിൽക്കും. ലൈറ്റ്സ് ബ്ലിങ്ക് ചെയ്യുന്നു. അതേ സമയത്ത് ആരോ നടക്കുന്ന ഒച്ച കേൾക്കാറുണ്ട്. എന്തോ വിയേർഡായിട്ടുള്ള രൂപമൊക്കെ കാണാറുണ്ട് എന്ന് പറയുമ്പം ഒരു പെണ്ണ് പെട്ടെന്ന് ഓടി വരുന്നതായിട്ടൊക്കെ കാണിക്കുന്നുണ്ട്. ഇതൊക്കെ കണ്ണു പറയുന്ന കേട്ടിട്ട് എല്ലാ എണ്ണങ്ങളും പേടിച്ച് നിൽക്കുവാണ്. പ്രത്യേകിച്ച് ഗസും ജെയ്ഡും. രണ്ടിനാണെങ്കിൽ മൂത്രമൊഴിക്കാൻ പോലും പോവാൻ പേടിയായിട്ട് നിൽക്കുവാണ്. പക്ഷെ കിങ് യുവാണെങ്കിൽ വിശ്വസിക്കുന്ന പോലും ഇല്ല. ഇതിന്റെ ഇടയ്ക്കാണ് കിങ് ചോദിക്കുന്നത് എന്തോ ഒരു സ്മെല്ലില്ലേന്ന്. എല്ലാ എണ്ണങ്ങളും ഈ നായിനെക്കാട്ടും കഷ്ടമായിട്ട് മണം പിടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ജെയ്ഡിനൊക്കെയാണെങ്കിൽ പണിയായോന്ന് പിന്നെ ഭയങ്കരമായിട്ട് പേടി വരാണ്. എന്ത് പ്രേതത്തെ. അപ്പോഴാണ് ഗണ്ണ് പറയുന്നത് അത് ഞാൻ വളി വിട്ടാണെന്ന്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് കിങ്ങും യുവയും ഒഴികെയുള്ള ബാക്കി എല്ലാരും കൂടി ഇരിക്കുന്ന സമയത്ത് അവന്മാരാണെങ്കിൽ ജെയ്ഡിനെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് ലിഫ്റ്റില് പോണ്ടെന്ന് പറയുന്നുണ്ട്. ഗണ്ണും മംഗോളും കൂടെ സ്നാക്സ് മേടിക്കാൻ പോകുന്ന സമയത്ത് ഗസ്റ്റിനാണെങ്കിൽ ഒന്ന് ബാത്റൂമിൽ പോണം. ആൾക്കാണെങ്കിൽ ഇപ്പൊ ആ ഒരു എലവേറ്ററിന്റെ കാര്യം കൂടെ പറഞ്ഞതുകൊണ്ട് ഒടുക്കത്തെ പേടി. മൈൻഡ് അടുത്ത് വന്നിട്ട് ബാത്റൂമിൽ വരുമെന്ന് ചോദിക്കുകയാണ്. പ്രേതത്തെ പേടിച്ചിട്ടാണെന്ന് ചോദിക്കുമ്പം ഇവനുണ്ടോ സമ്മതിക്കുന്നു. അങ്ങനെ ഇവര് ഇതിനെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഈ സമയത്ത് നമ്മുടെ ജെയ്ഡാണെങ്കിൽ ഇവരെ നോക്കിയിട്ട് ഒരുമാതിരി ലവേഴ്സ് എന്ന് സംസാരിക്കുന്ന പോലെയാണ് ഇവന് ഫീൽ ചെയ്യുന്നത്. ഇവര് രണ്ടും കൂടെ ഒരുമിച്ച് ഫുഡ് കഴിക്കുന്നതും റൊമാൻസ് ചെയ്യുന്നതൊക്കെ ഇവനാണെങ്കിൽ ഇമാജിൻ കൂടെ ചെയ്ത് നിൽക്കുകയാണ്. ഇവര് തമ്മിൽ നല്ല ചർച്ചയാണെന്ന് ആ ഒരു ഫ്ലോയില് പറഞ്ഞു പോകുന്നുണ്ട്. മായ ചോദിക്കുന്നുണ്ട് എന്തോ പറഞ്ഞേന്ന്. ഒന്നും പറഞ്ഞില്ലെന്നും പറഞ്ഞ് പഴപ്പിക്കളയാണ്. ഈ സമയത്താണ് ടോങ് അവിടെ എണീറ്റ് പോകുന്നത്. എവിടെയാ പോകുന്നതെന്ന് ചോദിക്കുമ്പം റെസ്റ്റ് റൂമിലെന്ന് പറയാണ്. ഒന്നാമത് ഗസിന് ടോങ്ങിന് ഇഷ്ടമാണ്. ഇപ്പൊ പിന്നെ ഇങ്ങനെ ഒറ്റയ്ക്ക് അത് ബാത്റൂമിലേക്ക് പേടിച്ചിരിക്കുന്ന സമയത്ത് പോകുമ്പം അങ്ങനെ വെറുതെ ഇടാൻ പറ്റത്തില്ലല്ലോ. കൂടെ തന്നെ പോവാണ്. അപ്പൊ പിന്നെ അവിടെയുള്ളത് ജെയ്ഡും മായും മാത്രമാണല്ലോ. ജെയ്ഡ് മായിന്റെ അടുത്ത് പറയുന്നുണ്ട് നിനക്ക് ഗസിന് ഇഷ്ടമല്ലേ, നിങ്ങളെ സെറ്റാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഹെൽപ്പ് ചെയ്യട്ടെ എന്ന്. അതിന് എനിക്ക് ഗസിന്റെ അടുത്ത് ഇഷ്ടമൊന്നുമില്ല, എനിക്ക് വേറെ ആളാണ് ഇഷ്ടം എന്ന് മായി. എന്റെ അസംഷൻ തെറ്റായിപ്പോയോ എന്നുള്ള രീതിക്കാണ് ജെയ്ഡ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അവനെ തന്നെയാണ് പറഞ്ഞത് എന്നുള്ള കാര്യം ജെയ്ഡിന് മനസ്സിലായിട്ടില്ല. നൈറ്റ് ജെയ്ഡ് ഓവർ ടൈം വർക്ക് ചെയ്യാണ്. പൊലമ്പി തള്ളിക്കൊണ്ടിരിക്കുകയാണ്. മൈനെ ഉപദേശിക്കുന്നുണ്ട് ഇങ്ങനെ ഓവർ ടൈം വർക്ക് ചെയ്യേണ്ട സ്ഥലത്തൊന്നും പോയിട്ട് ജോലി ചെയ്യരുത്, സിമ്പിളായിട്ട് വല്ല പണിയും കൊടുക്കുന്നിടത്ത് വേണം പോവാൻ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഉപദേശിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് ബാസ് വരുന്നത്. നീ എന്ത് ഇപ്പോഴും ഇവിടെ നിൽക്കുന്നേന്ന് മൈൻ്റെ അടുത്ത് ചോദിക്കുമ്പം ഞങ്ങൾ രണ്ടും ഒരേ റൂട്ടിലാണ് പോകുന്നത്, ഒരുമിച്ചാ പോകുന്നേന്ന് മായി. നാളെ എല്ലാരെയും കൂടെ കൂട്ടിയിട്ട് കരോക്കിക്ക് പോകുന്ന കാര്യം ബസ് പറയുന്നുണ്ട്. മംഗോളിന്റെ അടുത്ത് പറഞ്ഞതാണ്, പക്ഷെ മംഗോൾ ഇവരുടെ അടുത്ത് പറഞ്ഞിട്ടില്ലായിരുന്നു. ജെയ്ഡാണെങ്കിൽ കരോക്കിക്ക് പോകുന്ന കാര്യം അറിഞ്ഞിട്ട് ഭയങ്കരമായിട്ട് അങ്ങ് ഹാപ്പി ആവുന്നുണ്ട്. ബോസ് പോകുന്ന സമയത്ത് ഫോണിൽ എന്തോ മെസ്സേജ് വരാണ്. അത് കണ്ടിട്ട് ആൾ അപ്സെറ്റ് ആവുന്നത് ജെയ്ഡ് ശ്രദ്ധിക്കുന്നുണ്ട്. എന്തെറ്റിന്ന് പോയി ചോദിക്കുന്നുണ്ടെങ്കിലും ഒന്നുമില്ല ഞാൻ ഓക്കെയാണ് കുഴപ്പമില്ലെന്നാണ് ബോസ് പറയുന്നത്. പിന്നെയും ജെയ്ഡ് ചോദിക്കുന്നുണ്ടെങ്കിലും അതൊക്കെ തന്നെയാണ് പറയുന്നത്. അപ്പൊ ജെയ്ഡ് അങ്ങോട്ട് പറയുന്നുണ്ട് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എന്റെ അടുത്ത് പറയാന്ന്, എല്ലാത്തിനെയും കൺസൾട്ട് ചെയ്യുന്നുണ്ടെന്ന്. ആകെപ്പാടെ ഫിനാൻഷ്യൽ പ്രോബ്ലം ഒഴികെ. കാരണം അവന്റെ അടുത്തും പൈസ ഇല്ല, പിന്നെ എങ്ങനെ മറ്റുള്ള ഹെൽപ്പ് ചെയ്യാൻ പറ്റും? ലവോ വർക്കോ പേഴ്സണൽ മാറ്ററോ എന്ന് തുടങ്ങി എന്ത് കാര്യമാണേലും പറ്റും. പക്ഷെ ഫിനാൻഷ്യൽ മാത്രം അവനെ കൊണ്ട് ഒതുങ്ങുന്നതല്ല. ബസ് പോയി കഴിയുമ്പം ജെയ്ഡാണെങ്കിൽ ഭയങ്കരമായിട്ട് അപ്സെറ്റ് ആയിട്ടിരിക്കുകയാണ്. ബോസിന്റെ കാര്യം ആലോചിച്ചിട്ടാണോ വിഷമിക്കേണ്ടെന്ന് മായി. പക്ഷെ അവന്റെ മൈൻഡില് അതൊന്നല്ല. നാളെ കരോക്കിക്ക് പോകുമ്പം ഏത് പാട്ട് പാടണം എന്നാണ് ആൾ ഇത്ര കാര്യമായിട്ടിരുന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ജെയ്ഡാണെങ്കിൽ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ടാണുള്ളത്. പാട്ടൊക്കെ പാടി ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുന്ന ജെയ്ഡിനെ ഭയങ്കര ഇഷ്ടത്തോടെ മായിയെ നോക്കിയിരിക്കാണ്. അങ്ങനെ മായി ബാത്റൂമില് പോകുന്ന സമയത്ത് ലൈറ്റ്സ് ആണെങ്കിൽ ബ്ലിങ്ക് ആയിട്ട് ഓഫ് ആവാണ്. ചെക്കനാണെങ്കിൽ പേടിച്ചിരിക്കുന്ന സമയത്താണ് ആരോ നടന്നിരുന്ന സൗണ്ട് കേൾക്കുന്നത്. ആകെപ്പാടെ പേടിച്ച് മായിനെ വിളിക്കുന്നുണ്ട്.
പേടിച്ചിരിക്കുന്ന സമയത്ത് അറിയാണ്ട് കൈ തട്ടിയിട്ട് എന്തോ സാധനം താഴെ വീഴാണ്. അത് എടുക്കാൻ പോകുന്ന സമയത്താണെങ്കിൽ ആരോ ഭയങ്കരമായിട്ട് അടുത്തേക്ക് വരുന്ന പോലെ തോന്നിയിട്ട് ഭയങ്കരമായിട്ട് പേടിച്ച് മായിനെ മാത്രല്ല അവന്റെ ചേട്ടനെ അനിയത്തിനെ വരെ വിളിച്ച് കാറി പോകുന്നുണ്ട്. അയാളാണെങ്കിൽ അടുത്തേക്ക് വന്നോണ്ടിരിക്കാണ്. അടുത്ത് വന്നിട്ട് ടോർച്ച് മുഖത്തേക്ക് അടിക്കാണ്. അത് നമ്മുടെ മായിയാണ്. പക്ഷെ ചേട്ടനെ പെട്ടെന്ന് മനസ്സിലാവാണ്ട് ഭയങ്കരമായിട്ട് പേടിച്ച് മായിനെ ചവിട്ടാൻ നിൽക്കുകയാണ്. ആ സമയത്താണെങ്കിൽ അവന്റെ മണ്ട ഇടിക്കുന്നു. എന്താ പറ്റിയെന്ന് മായി നോക്കാൻ വരുമ്പോഴേക്കും അവൻ തെന്നി നേരെ ജെയ്ഡിന്റെ മണ്ടയിലേക്ക് തന്നെ വീഴാണ്. അങ്ങനെ പയ്യന്മാരെ ആക്സിഡന്റലി ഹിസ് ചെയ്യാണ്. കുറച്ചേരം നോക്കിയിരിക്കുന്നുണ്ട്. എന്നിട്ട് എണീറ്റ് ഓക്കെ ആണോന്ന് ജെയ്ഡ് ചോദിക്കാണ്. എന്തേലും പറ്റിയോന്ന്. ഇല്ലെന്ന് മായി. എന്നിട്ട് ചുണ്ടിങ്ങനെ കാണിച്ചു കൊടുത്ത് കീ 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ജെയ്ഡിന് ഒരുമാതിരി ഓക്വേർഡ് ആവാണ്. അപ്പോണ്ട് മായി ജെയ്ഡിന്റെ ഫേസിലേക്ക് പിടിച്ച് ഓക്കെ ആണോന്ന് ചോദിക്കുന്നു. അല്ലെന്നും പറഞ്ഞേ ഇവനാണെങ്കിൽ എണീറ്റ് ഓടുകയാണ്. കൂടെ തന്നെ മായനെയും കൂട്ടി. മായിക്കാണെങ്കിൽ റൂമിൽ വന്നിട്ട് ഭയങ്കര സന്തോഷം, ഭയങ്കര നാണം. ആകെ പാടിയതും ആലോചിച്ച് വേറെ ഏതോ ലോകത്തേക്കുമ്പോഴാണ് ആലോചിക്കുന്നത്. പല്ല് കേൾക്കുമ്പം ടേസ്റ്റിന് എന്തോ ഒരു വ്യത്യാസം ഉണ്ടല്ലോന്ന് നേരെ പോയിട്ട് തുപ്പുന്നുണ്ട്. എന്നിട്ട് പിന്നെയും ചിരിച്ചുകൊണ്ടിരിക്കാണ്. ചെക്കന് കിസ് ചെയ്ത് കിളി പോയെന്നാണ് തോന്നുന്നത്. ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞ് ജെയ്ഡിന് മെസ്സേജ് അയക്കുന്നുണ്ട്. അങ്ങനെ പിറ്റേന്ന് നമ്മുടെ ഗസ് കോഫി ഉണ്ടാക്കിക്കൊണ്ടിരിക്കാണ്. ടൈം എണ്ണയാണ് ചെക്കനിങ്ങനെ കോഫി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. പിന്നെയാണ് നമുക്ക് മനസ്സിലാവുന്നത് ടോങ്ങിന് വേണ്ടിയിട്ടാണ് ആള് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. 4, 3, 2, 1 എന്ന് പറയുമ്പോഴേക്കും അങ്ങോട്ടേക്ക് ടോങ് വരുന്നുണ്ട്. കോഫി എടുത്ത് കൊടുക്കുമ്പം വേണ്ടെന്ന് ടോങ് നിനക്ക് ഇഷ്ടപ്പെട്ട കണക്കാണ് ഉണ്ടാക്കിയെന്നോ പറയുന്നുണ്ടെങ്കിലും അവൻ വലിയ മൈൻഡൊന്നും ഇല്ലാതെ നിൽക്കുവാണ്. എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന് നിനക്ക് അറിയാലോ, പിന്നെ എന്തിനാ ഇമാതിരിയൊക്കെ പെരുമാറുന്നത്? എന്തായാലും ഞാൻ നിന്നെ വിടത്തില്ല, നിന്നെയും കൊണ്ടേ പോകുന്നതൊക്കെ ഗസ് പറയുന്നുണ്ടെങ്കിലും ടോങ് വലിയ മൈൻഡൊന്നും ഇല്ലാതെയാണ് പോകുന്നത്. പക്ഷെ ഒന്ന് ചിരിക്കുന്നുണ്ട്. അവൻ ചിരിക്കുന്നത് ഗസ് കാണാത്തോണ്ട് തന്നെ ഇവനാണെങ്കിൽ ആകെപ്പെടെ പ്രാന്ത് പിടിക്കുന്നുണ്ട്. എന്നാ പിന്നെ ഉണ്ടാക്കിയ കോഫി കളയാന്നും പറഞ്ഞ് നിൽക്കുന്ന സമയത്ത് എന്നാ പിന്നെ ടേസ്റ്റ് ചെയ്യാന്നും പറഞ്ഞ് കുടിച്ചു നോക്കുമ്പം ഒടുക്കത്ത കയ്പ്. ചെക്കൻ നേരെ തിരിയുന്ന സമയത്താണ് ജെയ്ഡ് അങ്ങോട്ടേക്ക് വന്നത്. ജെയ്ഡിന്റെ മേത്തേക്ക് കോഫി ആവുകയാണ്. ജെയ്ഡാണേലും ഭയങ്കരമായിട്ട് കിളിയോ കണക്ക് ആകെപ്പെടെ വിയേർഡായിട്ടാണ് പെരുമാറുന്നത്. അവൻ തിരിച്ചു വന്ന സമയത്ത് കോഫി ഉണ്ടാക്കുന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ടീഷർട്ട് കാണിച്ചിട്ട് കിട്ടിയെന്ന് പറയാണ്. ജെയ്ഡിനാണെങ്കിൽ ആ കിസിന്റെ പ്രശ്നം, ഇവനാണെങ്കിൽ ഇതെന്തെങ്കിലും ഉണ്ടോ മനസ്സിലാവുന്നു. ഇവിടെ വർക്ക് ചെയ്യുന്ന എല്ലാത്തിന്റെയും കിളിവായിട്ട് കിടക്കുവാണ്. അയ്യോ ഞാനിവിടെ വർക്ക് ചെയ്യുന്നതാണല്ലോ, ഇനിയിപ്പോ എനിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമെന്ന് ആലോചിച്ചുകൊണ്ടാണ് ഗസ് വയ്ക്കുന്നത്. പാവം കുട്ടി നോർമലായിട്ട് നിൽക്കുന്ന പറഞ്ഞ അവനെ തന്നെ വഴക്ക് പറഞ്ഞു വരുന്ന സമയത്താണ് കാണുന്നത് ബോസ് ഭയങ്കര വിഷമിച്ചിരിക്കുന്നത്. ഇതെന്നെക്കാട്ടും അബ്നോർമൽ ആണെന്ന് പറഞ്ഞ് പോയി സംസാരിക്കുകയാണ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോന്ന്. ആദ്യം ഇല്ലെന്ന് പറയുന്നുണ്ടെങ്കിലും പിന്നെ ഗേൾ ഫ്രണ്ട് ആയിട്ടുള്ള പ്രശ്നമാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെ കാര്യം പറഞ്ഞു കഴിയുമ്പം ജെയ്ഡാണെങ്കിൽ നല്ലൊരു സൊല്യൂഷനും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അത് കേൾക്കുമ്പം നല്ല ഐഡിയ ആണെന്ന് ബോസിനും തോന്നുന്നുണ്ട്. ആളങ്ങ് ഹാപ്പി ആവാണ്. ജെയ്ഡിന് ലവിനെ കുറിച്ചൊക്കെ കുറെ അറിയാലോ എന്നുള്ള രീതിക്ക് സംസാരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ജെയ്ഡ് ഇങ്ങനെ സ്ട്രെസ് ഫ്രീ ആയിട്ട് എപ്പോഴും ഈ ഒരു മെന്റാലിറ്റിയിൽ നിൽക്കുന്ന കാണുമ്പം അസൂയ തോന്നുന്നുള്ള കണക്ക് ബോസ് പറയാണ്. ജെയ്ഡിന് പ്രശ്നങ്ങളൊന്നും ഒരു പ്രശ്നമേ അല്ലെന്ന്. ഇപ്പൊ ഇവന്റെ അവസ്ഥ എന്താണെന്ന് ഇവനല്ലേ അറിയുള്ളൂ. എന്തായാലും ബോസ് ഭയങ്കര മൂഡ് ഓഫ് ആയിരുന്നല്ലോ, അതൊക്കെ മാറി ഒന്ന് ചിരിച്ച ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഒരു മൂഡിലേക്ക് വരുന്നുണ്ട്. അങ്ങനെ എല്ലാരും കൂടെ കരോക്കിക്ക് വേണ്ടിയിട്ട് വരുന്നുണ്ട്. ഈ സമയത്ത് ജെയ്ഡാണ് ലാസ്റ്റ് വരുന്നത്. ഞാൻ വന്നേന്ന് പറഞ്ഞ കൈയൊക്കെ തട്ടുന്ന സമയത്ത് ബാക്കിയുള്ളവരാണെങ്കിൽ മൈൻഡ് പോലാക്കാതെ നിൽക്കുവാണ്. പിന്നെ കൈ തട്ടുമ്പോഴാണ് എല്ലാരും ഒന്ന് കൈ തട്ടുന്നത്. എന്താ ഫുഡ് ഓർഡർ ചെയ്യേണ്ടതെന്ന് നോക്കിയിരിക്കുന്ന സമയത്ത് എന്തുവാ കഴിക്കാൻ പോകുന്നേന്ന് ഗസ് ടോങ്ങിന്റെ അടുത്ത് ചോദിക്കുകയാണ്. അറിയില്ല, എന്തെങ്കിലും ടേസ്റ്റ് ആയിട്ടുള്ള കഴിക്കണം എന്ന് ടോങ്. അങ്ങനെയാണെങ്കിൽ ഞാനാണ് ഏറ്റവും ബെസ്റ്റ്, ഏറ്റവും ടേസ്റ്റ് ഞാനായിരിക്കും എന്നാ അവൻ. കുഞ്ഞ് പയ്യനെ പോലെ ഇരുന്നിട്ട് അമ്മ ഫ്ലേർട്ടാ ചെയ്യുന്നേ നോക്ക്. ഇതിന്റെ ഇടയ്ക്ക് കിങ് മായിന്റെ അടുത്ത് കുടിക്കുമെന്ന് ചോദിക്കുന്നുണ്ട്. അവനാണെങ്കിൽ ജെയ്ഡിന്റെ പെർമിഷൻ വേണമെന്ന് പറയാണ്. എല്ലാരും ജെയ്ഡിനെ നോക്കുന്ന സമയത്ത് ജെയ്ഡാണെങ്കിൽ എന്റെ പെർമിഷനോ എന്തിനാന്ന് ചോദിക്കുന്നു. മായല്ലേ ഡ്രൈവ് ചെയ്യണ്ടേ, അതുകൊണ്ടാണ് പെർമിഷൻ. പുതിയതായിട്ട് വന്ന ഇന്റേൺസിനും ഹാർഡ് വർക്ക് ചെയ്യുന്ന മുന്നേ ഉള്ള സീനിയേഴ്സിനും അതേപോലെ തന്നെ പ്രത്യേകിച്ച് ജെയ്ഡിന് സ്പെഷ്യൽ ആയിട്ടൊരു താങ്ക്സും കൂടെ നമ്മുടെ ബോസ് പറയുന്നുണ്ട്. ബോസിന്റെ ലവ് കൺസൾട്ടന്റ് ആയിരുന്നതിന്. ഇത് കേട്ടിട്ട് ഗണ്ണാണെങ്കിൽ പൂരം ചിരി. വെറുതെ ഇരുന്ന് ആക്കുവാണ്. ജെയ്ഡുണ്ടോ വെറുതെ ഇരിക്കുന്നു. അങ്ങനെ ഇവര് നമ്മള് തർക്കിച്ചുകൊണ്ടിരിക്കുമ്പം നീ ബാക്കിയുള്ളവരെ ഹെൽപ്പ് ചെയ്യുന്നതിനെക്കാട്ടും മുന്നേ നിന്റെ കാര്യത്തിലൊരു തീരുമാനമാക്കുന്ന് കിങ് പറയാണ്. മൈന് ഉദ്ദേശിച്ചാണ് പറയുന്നതെന്ന് യുഎക്ക് മനസ്സിലാവുന്നോണ്ട് ഒരു കിള്ള് വെച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ എന്റെ ബ്യൂട്ടിഫുൾ വോയിസ് കേൾപ്പിക്കാൻ പോവാണെന്ന് പറഞ്ഞുകൊണ്ട് ജെയ്ഡാണെങ്കിൽ പോയിട്ട് പാട്ട് പാടുവാണ്. കൂടെ തന്നെ മങ്കോളും. ഇതുങ്ങളുടെ പാട്ട് കേട്ടിട്ട് ബാക്കിയുള്ളവരൊക്കെ ആണെങ്കിൽ ചെവി പൊത്തിയിരിക്കുവാണ്. ജെയ്ഡാണെങ്കിൽ റൂം മൊത്തം മാറി മാറി നിന്നാണ് പാട്ട് പാടുന്നത്. ബാക്കിയുള്ളവർക്കാണെങ്കിൽ കേൾക്കാൻ പോലും പറ്റാണ്ടിരിക്കുവാണ്. അങ്ങനെ ഇവിടെ ഇങ്ങനെ ഓരോരുത്തരും മാറി മാറി പാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കിങ് ആണെങ്കിൽ യുഎന്റെ അടുത്ത് നല്ല രീതിക്ക് അങ്ങ് ഫ്ലേർട്ട് ചെയ്യുവാണ്.
അപ്പൊ അതിന്റെ ഇടയ്ക്ക് കയറിയിട്ട് ജെയ്ഡ് എന്തോ രണ്ടും കൂടെ കാണിക്കുന്നത് ഫ്ലേട്ടിംഗ് ഒക്കെ നിർത്ത് അവന്ന് പാട്ടുപാട് നേർക്ക് ഇങ്ങനെ വിളിക്കുവാണ്. എനിക്കൊന്നും വയ്യ, നിന്റെ ഇന്റേണിനെ കൊണ്ട് പാടിക്കുന്ന കിങ്. അത് നല്ല ഒരു ആശയാണെന്ന് ജെയ്ഡിനും തോന്നുന്നുണ്ട്. അതുകൊണ്ട് മായിന്റെ അടുത്ത് പാടാൻ പറയുവാണ്. എനിക്ക് അത്ര നന്നായിട്ട് പാടാൻ അറിയത്തില്ലെന്ന് മായി. അതൊന്നും സാരിയില്ലെന്നും പറഞ്ഞ് ജെയ്ഡ് നിർബന്ധിക്കുന്ന സമയത്ത് ഗസ് അങ്ങോട്ടേക്ക് വന്നിട്ട് മൈക്ക് മേടിക്കുവാണ്. അവൻ പാടുന്ന വിചാരിച്ച അങ്ങനെയല്ല, മായിന്റെ അടുത്ത് പാടാൻ പറയാണ്. ശരിയെന്ന് പറഞ്ഞ് അവനും പാടുന്നുണ്ട്. അടിപൊളി ഒരു ലവ് സോങ്, അതും സെറ്റായിട്ട് പാടുന്നുണ്ട്. എല്ലാരും കേട്ട് ആസ്വദിച്ച് നിൽക്കുവാണ്. പക്ഷെ മായി പാടുന്നത് വെച്ചിട്ട് അവൻ ആർക്കോ വേണ്ടി പാടുന്നതാണ്. അത് ജെയ്ഡിന് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ജെയ്ഡിന് വേണ്ടി തന്നെയാണ് മായി പാടുന്നുള്ള കാര്യം അവനെ മനസ്സിലാവുന്നില്ല. ഇവനാകപ്പെടെ ആർക്ക് വേണ്ടിയായിരിക്കുന്നത് കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്ന സമയത്താണ് യുവെ ഇക്കാര്യം ചോദിക്കുന്നത്. മായി ആർക്കോ വേണ്ടി പാടുന്ന പോലെ ഇല്ലേന്ന്. അതെ ശരിയാണെന്ന് പറഞ്ഞ് ഇവരാണെങ്കിൽ ചർച്ച നടത്തിക്കൊണ്ടിരിക്കാണ്. മായി പാടുന്നത് ജെയ്ഡിന് വേണ്ടിയിട്ടാണെന്ന് ജെയ്ഡിന് മനസ്സിലായിട്ടില്ലേലും യുവയ്ക്ക് മനസ്സിലായിട്ടുണ്ട്. പക്ഷെ ജെയ്ഡിന് അത് മനസ്സിലാകുന്നേ ഇല്ല. അങ്ങനെ ഇവര് സംസാരിച്ചിരിക്കുന്ന സമയത്ത് മായി പാട്ടും പാടി കഴിയുന്നു. നേരെ വന്നിട്ട് എങ്ങനെയുണ്ടായിരുന്നു എന്ന് ജെയ്ഡിന്റെ അടുത്താണ് ചോദിക്കുന്നത്. ഇതിന്നെങ്കിലും മനസ്സിലാക്കണ്ടേ? എവിടെന്ന്? അതുമില്ല. അടിപൊളിയായിരുന്നു, ഒരു പ്രൊഫഷണൽ സിംഗറിനെ കൊണ്ടുവന്ന പോലെ ഉണ്ടായിരുന്നു എന്ന് ജെയ്ഡ് പറയാണ്. ഈ വർക്കൊക്കെ നിർത്തിയിട്ട് നീ വല്ല പാട്ടും പാടാൻ പോ, അടിപൊളി ഫ്യൂച്ചർ ഉണ്ടാവുമെന്ന് കണ്ണു പറയാണ്. ഇതിന്റെ ഇടയ്ക്ക് മങ്കോള് വന്നിട്ട് ഇനി ഞാനാ പാടാൻ പോകുന്നതെന്ന് പറയുമ്പം അങ്ങനെയാണെങ്കിൽ ഞാൻ നൈസായിട്ടൊന്ന് ബാത്റൂം പോട്ടുരാം, എനിക്കവിടെ നിൽക്കാൻ പറ്റത്തില്ലെന്നും പറഞ്ഞ് പോവാൻ നിൽക്കുവാണ്. മായി പുറകെയും പുറത്തെത്തിയിട്ട് ജെയ്ഡ് നോക്കുന്ന സമയത്ത് മായിന്റെ ഫേസ് ഒക്കെ റെഡ് ആയിട്ടിരിക്കുവാണ്. നീ ഡ്രങ്ക് ആയോ എന്തിങ്ങനെ റെഡ് ആയിട്ടിരിക്കുന്നതെന്ന് പറഞ്ഞ് അവന്റെ ഫേസ് പിടിച്ച് നോക്കിക്കൊണ്ടിരിക്കാണ്. മായാണെങ്കിൽ കുറച്ച് ഫീൽ ആയിട്ട് അങ്ങനെ നോക്കി എന്നിട്ട് കയ്യിൽ പിടിച്ച് ഡ്രങ്ക് ആയിട്ടൊന്നും ഇല്ലെന്ന് പറയാണ്. അങ്ങനെ രണ്ടുപേരും കുറച്ച് ഓക്വേർഡായിട്ടിരിക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് യുവ വരുന്നത്. കുറച്ചേരം മായിന്റെ അടുത്ത് സംസാരിക്കട്ടെ എന്ന് ചോദിക്കുമ്പം ജെയ്ഡ് നേരെ മായിനെ നോക്കിയിട്ട് എന്താ നീ യുവന്റെ അടുത്ത് വല്ല പ്രശ്നം ഉണ്ടാക്കിയോ എന്ന് ചോദിക്കാണ്. ഇല്ലില്ല, അവന്റെ ഷൂസ് കാണാൻ നല്ല ഭംഗിയുണ്ട്, അതെവിടുന്ന മേടിച്ചെന്ന് അറിയാൻ വേണ്ടിയിട്ടാണെന്ന് യുവേ. അവിടെ ഇരുന്ന് മായിന്റെ ഷൂസ് നോക്കിയിട്ട് അതേ ശരിയാണ്, നല്ല ഷൂസ് ആണെന്ന് ജെയ്ഡും പറയുന്നു. അപ്പോഴാണ് യുവയെ ചോദിക്കുന്നത് നീ ബാത്റൂം പോകുന്നില്ലേന്ന്. അങ്ങനെ ജെയ്ഡ് അവിടെ നിന്ന് പോവാണ്. ഓൾറെഡി തന്നെ മായിക്ക് മനസ്സിലായി വെറുതെ ഈ ഒരു ഷൂസിന്റെ കാര്യം ചോദിക്കാൻ വേണ്ടിയിട്ടല്ല യുവയെ വന്നത് എന്ന്. അത് സത്യമാണ്. ജെയ്ഡിനെ ഇഷ്ടമാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അതേന്ന് മായും പറയുന്നു. ഒരു ഫ്രണ്ട് എന്നുള്ള നിലയ്ക്ക് മായിനെ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത് യുവന്റെ കടമ കൂടെയാണല്ലോ. മായി പറയുന്ന ആൻസേഴ്സ് അവന് സാറ്റിസ്ഫൈ ആയിട്ട് തോന്നുന്നുണ്ട്. ജെയ്ഡിനെ സെറ്റാക്കിക്കൊള്ളാനുള്ള പെർമിഷനും കൊടുക്കുന്നുണ്ട്. പക്ഷെ അത് കുറച്ച് കടുപ്പായിരിക്കും എന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ ജെയ്ഡും മായും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമൊക്കെ വന്ന്, അതായത് ഈ ഒരു ലവ് മാറ്ററിൽ അത് കുറച്ച് ഓക്വേർഡ് ആയിട്ടുള്ള ഫീൽ ആയിരിക്കും, ഒരുമാതിരി ഉണ്ടാവും. അവരൊരുമിച്ചല്ല വർക്ക് ചെയ്യുന്നത്. ആ ഒരു കാര്യം പറഞ്ഞാൽ വാൺ ചെയ്യുന്നുണ്ട്. മായി കിങ്ങിന്റെ അടുത്ത് പോയിരിക്കുമ്പം കിങ് ആണെങ്കിൽ ഡ്രിങ്ക്സ് ഒഴിച്ചു കൊടുക്കാണ്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് യുവ വന്നിട്ട് അവൻ ഓക്കെ ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇവരങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ജെയ്ഡും കൂടെ വരുന്നത്. നീ ഇവരുടെ ഫോഴ്സ് ചെയ്ത് കുടിക്കേണ്ടെന്ന് ജെയ്ഡ് മായിന്റെ അടുത്ത് പറയുന്നുണ്ട്. കുഴപ്പമൊന്നുമില്ല, ഞാൻ അത്ര പെട്ടെന്ന് ഡ്രങ്ക് ആവത്തില്ലെന്നും പറഞ്ഞ് മായും കുടിക്കുന്നു. കിങ്ങും മായും ആണെങ്കിൽ മത്സരിച്ച് കുടിച്ചോണ്ടിരിക്കാണ്. അങ്ങനെ കുറേ കുടിച്ച് ചെക്കന്റെ ബോധം പോകുന്നുണ്ട്. നേരെ ജെയ്ഡിന്റെ മേത്തേക്കാണ് വീഴുന്നത്. കിങ് ആറിനല്ലേ ഇത്രയും കുടിച്ചത്. കിങ്ങിനെ ജെയ്ഡ് വഴക്കുറയുന്നുണ്ട്. അങ്ങനെ ഓരോരുത്തരായിട്ട് വീട്ടിലും പോന്നു. ജെയ്ഡാണ് മായിനെയും കൊണ്ട് പോകുന്നത്. ആകെപ്പടെ പാടി വിട്ടിട്ടാണ് അതിനെ ഒന്ന് റൂമിലേക്ക് കൊണ്ടാക്കുന്നത്. മഴയാണെങ്കിൽ ഇപ്പൊ വാളവെക്കെന്ന് പറഞ്ഞുകൊണ്ടാണ് നിൽക്കുന്നത്. ടോയ്ലറ്റിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് രണ്ടുപേരാണെങ്കിൽ കുറച്ച് ക്ലോസ് ആയിട്ട് നിൽക്കേണ്ട ഒരു സാഹചര്യം വരുന്നുണ്ട്. ഭയങ്കരമായിട്ട് ക്ലോസ് ആയിട്ട് കിസ് ചെയ്യാനെന്നോണം ജെയ്ഡിന്റെ അടുത്തേക്ക് മായി വരുന്നുണ്ട്. കുറെ നേരം അങ്ങനെ നിൽക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ നമ്മൾ കാണുന്നത് രണ്ടുപേരും കൂടെ വാള് വെക്കുന്നതാണ്. പ്രത്യേകിച്ച് മായാണ് ഭയങ്കരമായിട്ട് വെക്കുന്നത്. അങ്ങനെ വാളൊക്കെ വെച്ച് ഷർട്ടൊക്കെ ഊരി നിൽക്കുന്ന സമയത്ത് ഇതും കൂടെ കണ്ടിട്ട് ജെയ്ഡിനാണെങ്കിൽ പിന്നെ വാള് വെക്കാനുള്ള ടെൻഡൻസി ആയി. അങ്ങനെ ജെയ്ഡ് ഈ ഛർദ്ദിച്ചിരിക്കുന്ന സമയത്താണ് മായി അവന്റെ പാന്റും കൂടെ അഴിക്കാൻ നോക്കുന്നത്. ജെയ്ഡ് തടഞ്ഞു വെക്കുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും കൂടെ ഒരു മതിരി കിളി പോയിട്ട് വെക്കുന്നേ കാണിച്ചുകൊണ്ടാണ് ഈ ഒരു എപ്പിസോഡ് കഴിയുന്നത്. രണ്ടുപേരും ഡ്രങ്ക് ആണ്, എന്തെങ്കിലുമൊക്കെ നടക്കില്ല എന്നൊക്കെ അടുത്ത എപ്പിസോഡിൽ നോക്കാം. നമ്മുടെ ടോങ് ഒറ്റ കേക്കാണ്. അവന്റെ പൊതുവെയുള്ള സ്വഭാവം അനുസരിച്ച് അത് ആരുടെ അടുത്തും മിണ്ടാത്ത കൂട്ടത്തിലാണല്ലോ. ഇപ്പോഴാണെങ്കിൽ ലേശം മൂഡ് ഓഫ് ആയിട്ടിരിക്കുന്നതും കൂടെ പോലെ ഉണ്ട്. അപ്പാണ് അങ്ങോട്ടേക്ക് നമ്മുടെ ഗസ് വരുന്നത്. ഗസ് ആണെങ്കിൽ ഭയങ്കരമായിട്ട് സംസാരിക്കുന്ന കൂട്ടത്തിലാണല്ലോ. കിങ് യുവയും അടിപൊളിയാണല്ലേ. ഇവരുടെ കൂടെ നിൽക്കുമ്പം ഇന്റേൺഷിപ്പ് അടിപൊളിയായിട്ടുണ്ട്. യുവ എന്നെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. നിന്നെ കിങ് എങ്ങനെയാണെന്നൊക്കെ ചോദിച്ച് നമ്മുടെ ഗസ് ആണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. പക്ഷെ ടോങ് ആണെങ്കിൽ നിനക്ക് ഇങ്ങനെ സംസാരിച്ച് മടുക്കുന്നില്ലേ എന്നാണ് ചോദിക്കുന്നത്. ഒരു മടുപ്പുമില്ല. പിന്നെ ഞാൻ ചിന്തിക്കുന്നത് ബാക്കിയുള്ളവരെ ഇങ്ങനെ മനസ്സിലാക്കാന്ന് ഗസ്.
ടോങ്ങിനാണേല് ഇവന്റെ സംസാരം കേൾക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് കുറച്ചു നേരം നിശബ്ദതയില് നടക്കണം എന്നറിയാണ്. ശരി, ഓക്കെ എന്നുള്ള രീതിക്ക് ബാ വീട്ടിൽ പോവാന്ന് ഗസ്. അങ്ങനെ രണ്ടുപേരും കൂടെ നടക്കുന്നുണ്ട്. ടോങ് നോക്കുന്നത് ഗസ് കാണത്തില്ല, ഗസ് നോക്കുന്നത് ടോങ് കാണത്തില്ല. അങ്ങനെ പരസ്പരം നോക്കുന്നുണ്ട്, പക്ഷെ അത് പരസ്പരം കാണാണ്ടാണ് നോക്കുന്നത്. ഇവിടെ നമ്മുടെ ജെയ്ഡ് ഏകദേശം ലക്ക് കിട്ടിരിക്കുന്ന മായിനെ കൊണ്ടേ കടക്കല് കടത്തുന്നുണ്ട്. അവനാണെങ്കില് ക്രഷിനെയും അമ്മേനെയും വിളിച്ചുകൊണ്ടിരിക്കാണ്. എന്റെ ക്രഷിന്റെ പേര് ഞാൻ തന്നെ നോക്കിക്കോളാം അമ്മയെന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയൊക്കെയോ പറയുന്നുണ്ട്. അതിനെ ഒന്ന് നേരെ കിടത്തിയിട്ട് നമ്മുടെ ജെയ്ഡ് ചോദിക്കുന്നുണ്ട്, ആരാ നിന്റെ ക്രഷ് എന്ന്. എനിക്ക് എത്രത്തോളം അവന്റെ അടുത്ത് ഇഷ്ടമുണ്ട് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കില് ആർക്കാണേലും കുറച്ച് ക്യൂരിയോസിറ്റി ഉണ്ടാവല്ലോ. പോരാത്തന്നെ ജെയ്ഡിനാണെങ്കിൽ മായനെ ഇഷ്ടമാണ് താനും. ചോദിക്കുന്നുണ്ടെങ്കിലും ഉത്തരം കിട്ടുന്നില്ല. മായ ആകെപ്പാടെ ഇട്ടിരിക്കുന്നത് ഒരു ട്രൗസറാണ്, അതും കൂടെ ഊരിക്കളയാൻ നോക്കാണ്. ജെയ്ഡ് പിന്നെ കഷ്ടപ്പെട്ടൊരു പുതപ്പൊക്കെ എടുത്ത് പുതച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ മായിന്റെ സൗന്ദര്യം ഇങ്ങനെ ആസ്വദിച്ചേക്കാണ് ജെയ്ഡ് കുറെ നേരം നോക്കിയിരിക്കുന്നുണ്ട്. പിന്നെ നൈറ്റ് ആണെങ്കിൽ ഇവൻ ആകെപ്പാടെ കൺഫ്യൂഷൻ. മൈൻഡ് ക്രഷ് ശരിക്കും ആരാണെന്ന് യുഎന്റെ അടുത്തും കിങ്ങിന്റെ അടുത്തും ഗസിന്റെ അടുത്ത് അടക്കം എല്ലാവരുടെ അടുത്തും ചോദിക്കുന്നതായിട്ട് തോന്നുന്നുണ്ട്. യുഎന്റെ അടുത്ത് ചോദിക്കുമ്പം ഡോണറ്റ് ഇഷ്ടമുള്ള ആളാണെന്ന് പറയുന്നു. നോക്കുമ്പോ അത് ജെയ്ഡിന്റെ കയ്യിലുണ്ട്. കിങ്ങിന്റെ അടുത്ത് ചോദിക്കുമ്പം യെല്ലോ ഐ ഡി കാർഡ് ഉള്ള ആളാണെന്ന് പറയുന്നു. അതും ജെയ്ഡിനാണുള്ളത്. എന്നിട്ടും ഈ മണ്ടന് മനസ്സിലാവുന്നില്ല. ഇവൻ പിന്നെയും ഗസ് ആയിരിക്കും അതെന്നാണ് വിചാരിച്ചോണ്ടിരിക്കുന്നത്. ഗസ്സും അങ്ങനെ ഓരോരുത്തരും വന്നിട്ട് ആകെപ്പാടെ കൺഫ്യൂസ് ആക്കാണ് ചെയ്യുന്നത്. എന്നാ പിന്നെ അവന്റെ കയ്യിലുള്ള വാച്ചിന്റെ പേര് സാന്റി എന്നാണ്. അതിന്റെ അടുത്ത് എന്തോ ചോദിക്കാൻ വരുമ്പോഴേക്കും മനസ്സിലായി മാസ്റ്റർ എന്ന് പറയാണ്. അതിന് ഞാനൊന്നും ചോദിച്ചില്ലല്ലോ എന്ന് ചോദിക്കുമ്പം എന്നാ പിന്നെ ചോദിക്കുന്നത് അത്. അങ്ങനെ മൊത്തത്തില് കിളി പറയാ കണക്കാണ്. പിറ്റേന്ന് രാവിലെ ആദ്യം എണീക്കുന്നത് മായിയാണ്. ജെയ്ഡ് അങ്ങനെ സോഫയെ കിടന്നുറങ്ങുന്ന കണ്ടിട്ട് അന്ന് ക്ലോസ് ആയിട്ട് നിന്ന് നോക്കിയേക്കുന്നുണ്ട്. അങ്ങനെ കുറച്ചു നേരം കഴിയുമ്പം ജെയ്ഡ് എണീക്കുന്നുണ്ട്. അടുത്തിങ്ങനെ മായിനെ കാണുന്നുണ്ട്. പക്ഷെ ആദ്യം അവന്റെ മണ്ടയ്ക്കകത്ത് ഒന്നും കത്തുന്നില്ല. കുറച്ചു കഴിഞ്ഞിട്ടാണ് കത്തുന്നത്. അലറി വിളിച്ച് എണീക്കുമ്പോഴാണെങ്കിൽ മായിന്റെ മൂക്കിനെ പിടിക്കുന്നുണ്ട്. അയ്യോ വേദന എടുത്തോന്ന് ചോദിച്ച് ഇവനാണെങ്കില് ഈ ഉറങ്ങുന്ന സമയത്ത് തുപ്പലൊരിക്കല്ലോ അതേപോലെ ആയിട്ടുണ്ട് പറഞ്ഞ് വായും പൊത്തിപ്പിടിച്ച് ഇരിക്കുകയാണ്. മായിന്റെ റൂം അറിയാത്തോണ്ട് ജെയ്ഡിന്റെ റൂമിലേക്കാണ് ജെയ്ഡ് എന്നുള്ള മായിനെ കൂട്ടിയിട്ട് വന്നത്. ഒരു ശല്യാക്കിയന് മായ സോറി ചോദിക്കുന്നുണ്ട്. അങ്ങനത്തെ ഒരുവിധ പ്രശ്നമില്ലായിരുന്നു എന്നാണ് ജെയ്ഡ് പറയുന്നത്. ഹാങ് ഓവർ ഉണ്ടോന്ന് ചോദിക്കുമ്പം ചെറിയ തലവേദന ഉണ്ട് എന്ന് മായി. നീ ഇന്നലെ ചെയ്തതൊക്കെ വെച്ചിട്ട് ചെറുതായിട്ടൊന്നല്ലല്ലോ എടുക്കേണ്ടത് എന്ന് ജെയ്ഡ്. എന്നിട്ട് ഫുഡ് ഉണ്ടാക്കി തരാന്ന് പറഞ്ഞ് പോവാൻ നിൽക്കുന്ന സമയത്ത് ഞാൻ ഉണ്ടാക്കാന്ന് മായി. ശരി ഓക്കേന്ന് ജെയ്ഡും. കുളിച്ചിട്ട് ഫുഡ് ഉണ്ടാക്കുന്ന പറയുന്നുണ്ട്. ജെയ്ഡാണെങ്കിൽ അപ്പോഴും വാഹത്ത് പിടിച്ചിനാണ് ഇരിക്കുന്നത്. ഒന്നും കൂടെ സോറിയും ചോദിച്ച് മായ എണീക്കുന്ന സമയത്ത് അവിടെയുള്ള ലൈറ്റില് മണ്ടയിടിക്കുകയാണ്. കള്ളു കുടിച്ചപ്പോ പോലും ഇല്ലാത്ത കീറുങ്ങലാണ് ചെക്കൻ ഇന്നുള്ളത്. അങ്ങനെ ബാത്റൂമിൽ നിൽക്കുന്ന സമയത്ത് നമ്മളെ ജെയ്ഡാണെങ്കിൽ ബ്രഷ് കാണിക്കുന്നുണ്ട്. എന്തുവാണ് മായ വിചാരിച്ചെന്ന് അറിയത്തില്ല. അതൊന്നല്ല സംഭവം എന്ന് പറഞ്ഞ് ജെയ്ഡ് പല്ല് കേൾക്കുന്ന പോലെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. മായാണെങ്കിൽ ആ ബ്രഷ് മേടിക്കുന്നത് ജെയ്ഡിന്റെ കയ്യിൽ പിടിച്ചോണ്ടാണ്. ജെയ്ഡാണെങ്കിലും മായാണെങ്കിലും പരസ്പരം ഭയങ്കര ഫീലായിട്ട് ഒരുമാതിരി ഐസിൽ നിൽക്കുന്ന കണക്കാണ്. പ്രത്യേകിച്ച് ജെയ്ഡ് നോക്കിയിരിക്കുന്നത്. എന്നാ പോയി കുളിക്കുന്ന പറഞ്ഞ് പോവാൻ നിൽക്കുന്ന സമയത്താണെങ്കിൽ രണ്ടുപേരും കൂടെ കുറച്ച് ക്ലോസ് ആയിട്ടും കൂടെ വന്ന് നിൽക്കുവാണ്. ജെയ്ഡിനൊക്കെ ആണെങ്കിൽ ഹാർട്ട് ബീറ്റ് ഇപ്പൊ പുറത്ത് കേൾക്കുന്ന ഒരവസ്ഥയിലാണ് നിൽക്കുന്നത്. പിന്നെ ഒരു വിധത്തില് റൂമിലേക്ക് പോയിട്ട് കഥ കടച്ച് ആകപ്പാടെ വേർത്ത് വിളിച്ചാണ് നിൽക്കുന്നത്. മായിക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം. ജെയ്ഡ് അകത്ത് വന്നിട്ട് അവിടെയുള്ള എല്ലാ ഡ്രസ്സും എടുത്ത് മണത്ത് നോക്കാണ്. അങ്ങനെ നല്ല സ്മെല്ലുള്ള ഒരു ഡ്രസ്സ് എടുത്തിട്ട് പോയിട്ട് ഇസ്തിരി ഇടുന്നു. അങ്ങനെ അത് ഇസ്തിരി ഇട്ട് കഴിയുമ്പോഴേക്കും അങ്ങോട്ടേക്ക് മായി വരുന്നുണ്ട്. അതും ജസ്റ്റ് ഒരു ടവല് മാത്രം എടുത്തിട്ട്. ജെയ്ഡാണെങ്കിൽ ആദ്യം 2 പ്രാവശ്യം ആ ഡ്രസ്സ് വെച്ചിട്ട് മറച്ച് നോക്കിയിട്ട് പിന്നെ ഡയറക്റ്റ് ആയിട്ട് നന്നായിട്ടൊന്ന് ബോഡി ഫുൾ ആയിട്ട് ചെക്ക് ചെയ്യുന്നുണ്ട്. നോക്കുമ്പോ നല്ല ഉരുക്ക് ബോഡിയാണ്. ബോഡിയൊക്കെ നോക്കിയതിനു ശേഷം ആ ടവലിലേക്ക് ഭയങ്കര സൂക്ഷ്മമായിട്ട് ജെയ്ഡ് നോക്കിക്കൊണ്ട് അതിലേക്ക് ഇങ്ങനെ ചൂണ്ടി മായിന്റെ അടുത്തേക്ക് വരുന്നുണ്ട്. മായാണെങ്കിൽ ഇതെന്തുവാണെ കാണിക്കാൻ പോകുന്നതെന്നുള്ള രീതിക്ക് കുറച്ച് പേടിച്ചാണ് നിൽക്കുന്നത്. ജെയ്ഡാണെങ്കിൽ മായിന്റെ അടുത്ത് പോയിട്ട് ആ ടവൽ ഊരാൻ നോക്കുകയാണ്. ആകെപ്പാട് അതെല്ലാം ഇട്ടിട്ടുള്ളൂ. പരമാവധി മായും കൊടുക്കാതിരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അവസാനം ഒറ്റ ചവിട്ടം കൊടുക്കാണ്. അങ്ങനെ ജെയ്ഡ് ചവിട്ടം മേടിച്ച് താഴെ വീഴുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് അത് ജസ്റ്റ് ഇമാജിനേഷൻ ആണെന്ന്. ആ ഒരു ടവല് ശരിക്കും പറഞ്ഞാല് ഇതുവരേക്കും ജെയ്ഡ് യൂസ് ചെയ്യാത്തതാണ്. വെറുതെ ഒരു ഷോയ്ക്ക് വേണ്ടിയിട്ട് ടോയ്ലറ്റില് ഇട്ടതാണ്. ഒന്നാമതേ തന്നെ മായി ജെയ്ഡിന് പ്രശ്നം ഉണ്ടാക്കി കൊടുത്തോ എന്നുള്ള ഒരു വിഷമത്തിലാണല്ലോ. അങ്ങനെയുള്ളപ്പോ ഇതും കൂടെ പറഞ്ഞ അവൻ കൂടുതൽ വിഷമിക്കൂലേ. ഇനിയിപ്പോ പറയണോ വേണ്ടെന്നുള്ള കൺഫ്യൂഷനിലാണ് അവനുള്ളത്. പിന്നെന്തായാലും പറയുന്നുണ്ട്. അപ്പൊ മായിയും സോറി ചോദിച്ചിട്ട് എനിക്കിടാൻ വേറെ എന്തെങ്കിലും ഡ്രസ്സ് ഉണ്ടോ എന്ന് ചോദിച്ച് നമ്മുടെ ജെയ്ഡ് ഇപ്പം ഇസ്തിരി ഇട്ട് വെച്ച ഡ്രസ്സ് ഉണ്ടല്ലോ അതെടുത്ത് കൊടുക്കുകയും ചെയ്യുന്നു.
അങ്ങനെ അത് ഇട്ടിട്ട് വന്നിട്ട് മറ്റേ ടവല് മടക്കി നല്ല രീതിക്ക് തിരിച്ചു കൊണ്ട് കൊടുക്കുന്നുണ്ട്. ജെയ്ഡാണെങ്കിൽ സന്തോഷത്തില് അതെടുത്ത് മണത്ത് നോക്കിക്കൊണ്ടിരിക്കാണ്. ഇപ്പൊ കൂടെ മായി ഇട്ട ഡ്രസ്സല്ലേ, അവനാണെങ്കിൽ തടയണമെന്നുണ്ട്, എന്നാലും ജെയ്ഡിന്റെ സാധനമല്ലേ അടങ്ങിക്കാണ്. അപ്പൊ ജെയ്ഡിന്റെ പിന്നെ എടുത്ത് മണത്ത് നോക്കുന്നു. പാവം മായിയാണ് ഇത് നോക്കി കിളി പോയിട്ടിരിക്കുന്ന. ഇതുങ്ങളെ കളി കണ്ടിട്ട് എനിക്കാണ് കിളി പോയിട്ടിരിക്കുന്നത്. ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഈ സീരീസ് കഴിയുമ്പോഴേക്കും ഇതുങ്ങളെ പോലെ തന്നെ എന്റെ നട്ട്സും ലൂസ് ആവാനുള്ള എല്ലാവിധ ചാൻസും ഞാൻ കാണുന്നുണ്ട്. മായി ഹെഡ്സെറ്റ് ഒക്കെ വെച്ച് പാട്ടും കേട്ട് കുക്ക് ചെയ്യുന്ന സമയത്ത് പുറകില് വന്നിട്ട് ജെയ്ഡ് കൊറേ പ്രാവശ്യം വിളിക്കുന്നുണ്ട്, ഇവൻ കേൾക്കുന്നില്ല. അങ്ങനെ തോളില് കൈ വെക്കുമ്പോഴാണെങ്കില് മായി പേടിച്ച് കയ്യിലുള്ള കത്തി നേരെ നമ്മുടെ ചെക്കന്റെ നേർക്ക് ചൂണ്ടി വെക്കാണ്. അവനാണെങ്കില് അതുക്കും മേലെ പേടിച്ചു വെക്കുന്നു. നേരത്തെ നടന്ന കാര്യങ്ങളെ കുറിച്ച് നടന്ന് സംസാരിച്ച് സോറിയൊക്കെ ചോദിച്ച് മായി പറയുന്നുണ്ട് ജെയ്ഡിന്റെ ഫ്രിഡ്ജിലുണ്ടായിരുന്ന കുറെ സാധനങ്ങള്, അതായത് കേടായ സാധനങ്ങള് എടുത്ത് പുറത്തേക്ക് വെച്ചിട്ടുണ്ടെന്ന്. അതൊന്നും കുഴപ്പമില്ലെന്ന് ജെയ്ഡ്. പക്ഷെ കുക്ക് ചെയ്യാൻ മാത്രം ഒന്നും ഇല്ലല്ലോ, അപ്പൊ എന്താ ചെയ്യാന്ന് ജെയ്ഡ് ചോദിക്കുന്നുണ്ട്. 2 മുട്ടയെടുത്ത് ഇത് തന്നെ ധാരാളമാണെന്ന് മായി. ജെയ്ഡാണെങ്കിൽ ഇവൻ ഇങ്ങനെ ക്യൂട്ടായിട്ട് കാണിക്കുന്ന കണ്ടിട്ട് അതിലും നാണമായിട്ടാണ് നിക്കുന്നത്. എന്നിട്ട് ജെയ്ഡ് പോവാൻ നിൽക്കുന്ന സമയത്താണ് അവൻ കാണുന്നത് അവന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കേക്ക് മായി താഴെ എടുത്തു വെച്ചിരിക്കുന്നത്. നീ എന്തിനു നിർത്തി കളഞ്ഞത് എന്നും പറഞ്ഞ് അത് എടുക്കുന്ന സമയത്ത് അത് എക്സ്പയറി ആയതാണ് എന്ന് മായി പറയുന്നുണ്ട്. അതിനൊന്നും കുഴപ്പമില്ല, ഫ്രിഡ്ജിലിരിക്കുന്ന എന്താണേലും തിന്നാന്ന് പറഞ്ഞ് തിന്നാനാണ് നോക്കുന്നത്. മായി ആണെങ്കിൽ തടുക്കുന്നുണ്ട്. എന്നാലും കടിച്ച് തിന്നാൻ പോകുന്ന സമയത്ത് കറക്റ്റായിട്ട് മായി അത് പിടിച്ച് ഞാൻ നിങ്ങൾക്ക് വേറെ ഒരെണ്ണം മേടിച്ചു തരാന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് രണ്ടുപേരും കുറച്ച് ക്ലോസ് ആയിട്ടാണ് നിൽക്കുന്നത്. പിന്നെ കുക്ക് ചെയ്യാൻ വേണ്ടിട്ട് 2 മിനിറ്റ് അവിടെ പോയി ഇരിക്കുന്ന പറഞ്ഞ് അതിനെ പറഞ്ഞു വിട്ട് മായി കുക്ക് ചെയ്യാണ്. അങ്ങനെ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിച്ചു നോക്കുമ്പം അടിപൊളി ടേസ്റ്റ് ആണ്. ഇനി ഉണ്ടാക്കി തരട്ടേന്ന് മായി. ജെയ്ഡിനാണെങ്കില് പൂർണ്ണ സമ്മതം. ജെയ്ഡിന്റെ വീട്ടില് ഓരോരുത്തർക്ക് ഓരോ ഡ്യൂട്ടി ഉണ്ട്. ഇവനല്ലേ നടുക്കത്തെ കൊച്ച്, ഇവന്റെ ജോലി ടേബിള് കറക്റ്റ് ആയിട്ട് മാനേജ് ചെയ്യലാണ്. അതൊക്കെ ചെയ്ത് ഫാമിലിന്റെ കൂടെ ഫുഡ് കഴിക്കുന്നതൊക്കെ ജെയ്ഡ് ആലോചിച്ച് നോക്കുന്നുണ്ട്. അങ്ങനെ അടുത്ത സീനില് മായി പോവാൻ വേണ്ടി നിക്കാണ്. പോവാൻ വേണ്ടി നിന്ന ചെക്കൻ തിരിഞ്ഞു നിന്നിട്ട് എന്റെ റൂം നമ്പർ ഇതാണെന്ന് പറഞ്ഞ് ജെയ്ഡിന്റെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ മായി അവിടുന്ന് പോയി കഴിഞ്ഞിട്ടാണ് ജെയ്ഡ് ആലോചിക്കുന്നത് ഇവൻ എന്തിനിപ്പം എനിക്ക് അവന്റെ റൂം നമ്പർ പറഞ്ഞാന്ന്. പക്ഷെ ഒട്ടും താമസിക്കാണ്ട് അത് എഴുതി വെക്കാൻ വേണ്ടിയിട്ട് ഒറ്റൊരോട്ടാണ്. ഇവിടെ മായി വീട്ടിൽ ചെന്നിട്ട് ഫോൺ എടുത്ത് നോക്കുമ്പോഴാണ് കാണുന്നത് അമ്മേന്റെ ഒരുപാട് മെസ്സേജ് കോള്. ഇന്നലെ ആണെങ്കില് ഇവനും ഓഫായി പോയായിരുന്നു, കൂടെ തന്നെ ഫോൺ ഓഫായി പോയായിരുന്നു. അതുകൊണ്ട് അമ്മയ്ക്ക് ഇവനെ റീച്ച് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് ആകപ്പെടെ ടെൻഷനായിട്ടാണ് ഉള്ളത്. തിരിച്ചു വിളിച്ചൊന്ന് സംസാരിക്കുമ്പോഴാണ് അമ്മയ്ക്ക് ആശ്വാസമാവുന്നത്. എന്നാലും ഇളയ മോനല്ലേ, ടെൻഷനാണ്. അമ്മ മായിന്റെ കൂടെ ഇവിടെ വന്ന് നിക്കട്ടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പിന്നെ ജെയ്ഡാണ് നോക്കിയെന്നൊക്കെയുള്ള കാര്യവും മായി പറയുന്നുണ്ട്. അങ്ങനെ അമ്മേന്റെ അടുത്ത് സംസാരിച്ച് കോള് കട്ട് ചെയ്ത് നിൽക്കുന്ന സമയത്ത് ജെയ്ഡ് മെസ്സേജ് അയക്കുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും കുറച്ച് ചാറ്റുന്നുണ്ട്. ജെയ്ഡാണെങ്കിൽ നട്ടപ്പാതിരിക്ക് ഫ്രിഡ്ജ് തുറന്ന് ഇനിയെങ്കിലും കുറച്ചും കൂടെ കൂടുതലായിട്ട് തിന്നണം, എന്നാലും ഇങ്ങനെ നട്ടപ്പാതിരിക്ക് വിശക്കാതിരിക്കുള്ളൂ എന്നും പറഞ്ഞ് ഫ്രിഡ്ജ് നോക്കുമ്പം അതിലുണ്ട് എല്ലാ സാധനത്തിലും മായി ഓരോ ദിവസവും എക്സ്പയർ ആവുന്ന കാര്യങ്ങള് എഴുതി വെച്ചേക്കാണ്. ഇന്ന ദിവസം വരെ കഴിക്കാന്ന് പറഞ്ഞ് അത് ആ ഫ്രിഡ്ജിലുള്ള എല്ലാ സാധനത്തിലും അങ്ങനെ സ്റ്റിക്കി നോട്ടായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അടുത്ത ദിവസം മായി ജെയ്ഡിന് വേണ്ടി ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്, അതും ഓഫീസിൽ കൊണ്ടുപോയിട്ട്. അത് ജെയ്ഡിന് എപ്പോഴത്തെ പോലെ തന്നെ ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെടുന്നുണ്ട്. നിന്നെ കെട്ടുന്നാൾ എന്തായാലും ലക്കിയാണ് എന്ന് ജെയ്ഡ്. എനിക്കും ഡേറ്റ് ചെയ്യണമെന്നുണ്ട്, പക്ഷെ അയാൾക്ക് എന്നെ ഇഷ്ടപ്പെടുമെന്ന് അറിയത്തില്ലെന്ന് പറയുമ്പം ഇവനാണെങ്കില് നിന്റെ ക്രഷാരാ, ഇവിടെ ഓഫീസിലുള്ള ആളല്ലേ എന്ന് ചോദിക്കാണ്. ആ അതേന്ന് പറയുമ്പം ആരാണെന്ന് ചോദിക്കുന്നുണ്ട്. എന്നിട്ട് സ്വയം ആവുത്തിയിട്ട് ഇല്ലേണ്ട ശരിയാവത്തില്ല, ഞാൻ ന്യൂസിയാണെന്ന് വിചാരിക്കും എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കാണ്. മായാണെങ്കില് എന്റെ ക്രഷ് ആരാണെന്ന് അറിയണമെന്നുണ്ടോന്ന് ചോദിക്കുമ്പം ഇവനാണെങ്കില് ഞാനിടയ്ക്ക് അത് സ്വപ്നമൊക്കെ കാണാറുണ്ട് എന്ന് അറിയാണ്ട് പറഞ്ഞുവാണ്. ഇതൊക്കെ ആലോചിച്ചുകൊണ്ടിരുന്ന സ്വപ്നം കാണുന്നുണ്ട് എന്നൊക്കെ പറയുമ്പം മായിക്ക് ഹാപ്പി. ക്രഷിനെ സെറ്റാക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ടിപ്സ് പറഞ്ഞു തരാൻ പറയുമ്പം ജെയ്ഡാണെങ്കില് അത് നല്ല രീതിക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നമ്മളെ ഇഷ്ടപ്പെട്ട ആളെ സെറ്റാക്കാൻ വേണ്ടിയിട്ട് അയാളുടെ അടുത്ത് എന്റെ ടിപ്പ് ചോദിക്കുന്നതും ഒരു പ്രത്യേക കഴിവാണ്. അല്ലെങ്കിൽ ഏറ്റവും ബെറ്റർ ഓപ്ഷനും അത് തന്നെയാണ്. ജെയ്ഡാണെങ്കിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ആകെപ്പാടെ ഷോക്ക് അടിച്ചാണ് നിൽക്കുന്നത്. സംഭവം വേറെന്നല്ല, ഈ അടുത്ത് തന്നെ വാലന്റൈൻസ് ഡേ ആണ്. നമ്മളെ പോലെ സിംഗിൾ ആയിട്ട് ഇരിക്കുന്നവർക്ക് ഇതൊക്കെ വിഷമാണല്ലോ. അപ്പോഴാണ് അവനൊരു വാലന്റൈൻസ് ഡേന്റെ പ്രൊജക്റ്റും കൂടെ വന്നേക്കുന്നത്. പ്രൊജക്ട് സ്വിച്ച് ചെയ്യണോന്ന് ഇവയെ ചോദിക്കുന്നുണ്ട്.
വേണ്ട വേണ്ട, എന്തായാലും മീറ്റിംഗിൽ തീരുമാനിച്ചല്ലേ, ഇത് തന്നെ ഞാൻ ചെയ്തോളാന്ന് ജെയ്ഡ്. അപ്പോഴാണ് മായി പറയുന്നത്, ജെയ്ഡ് അവന് കൊടുത്ത വർക്ക് തീർത്തൂന്ന്. ഓ നീ അടിപൊളി എന്നെന്ന് പറഞ്ഞ്, പക്ഷെ ഇനി വർക്കൊന്നും ഇല്ലല്ലോ എന്ന് ജെയ്ഡ്. എന്നാ പിന്നെ ആ വാലന്റൈൻ പ്രോജക്റ്റിന് ഹെൽപ്പ് ചെയ്യട്ടേന്ന് മായി. ഓക്കേന്ന് ജെയ്ഡ്. അവനത്ര സന്തോഷം. അപ്പോഴാണ് കിങ് വന്നിട്ട് പുറത്തേക്കാ ഒന്ന് സംസാരിക്കണം എന്ന് പറയുന്നത്, അതും രഹസ്യമായിട്ട്. ഇത് ശ്രദ്ധിച്ച് യുഎക്ക് തോന്നുന്നുണ്ട് എന്തോ ഒരു പന്തികേടുണ്ടല്ലോന്ന്. കിങ്ങിന്റെ അടുത്ത് സംസാരിക്കുമ്പം ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് വല്ല നാഷണൽ ലെവലുള്ള പ്രൊജക്റ്റ് ആണോ എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ ജെയ്ഡ് ചോദിക്കുന്നത്. പക്ഷെ യുഎക്ക് വാലന്റൈൻസ് ഡേക്ക് ഒരു സർപ്രൈസ്, അതും വലിയ സർപ്രൈസ് കൊടുക്കണം. അതിനാണ് കിങ് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നോക്ക്, ഇപ്രാവശ്യം യുവന്റെ അടുത്ത കള്ളം പറയാൻ എന്നെ ഒന്നും കിട്ടത്തില്ല. പോരാത്തതിന് നിനക്ക് എന്താ അറിയാം, കള്ളം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ പിടിക്കപ്പെടുന്നത്. പിന്നെ എന്തിനായി ആവശ്യമില്ലാത്ത പണിക്ക് നിൽക്കുന്നേന്ന് ജെയ്ഡ്. ഇല്ല, ഇപ്രാവശ്യം ഉറപ്പായിട്ടും പിടിക്കപ്പെടത്തില്ല, എല്ലാം സെറ്റാണെന്ന് പറഞ്ഞ് എന്തോ ഒരു പ്ലാനും കിങ് പറയുന്നുണ്ട്. അടുത്ത സീനില് ജെയ്ഡ് ഓഫീസിൽ കൂടെ നിറങ്ങി എന്തോ കാര്യമായിട്ട് ഒളിഞ്ഞ് നോക്കിക്കൊണ്ടിരിക്കാണ്. കിങ് വന്നിട്ട് എന്തോ അടയെ കാണിക്കുന്നത് ചോദിക്കുമ്പം നീയല്ലേ പറഞ്ഞത് സർപ്രൈസ് കൊടുക്കാനെന്നും പറഞ്ഞ് തുടങ്ങുമ്പോഴേക്കും വാവത്തെ പിടിക്കുന്നുണ്ട്. അങ്ങനെ കിങ്ങും ജെയ്ഡും കൂടെ യുഎക്ക് ഏത് പൂ കൊടുക്കണം എന്ന് സെലക്ട് ചെയ്തോണ്ടിരിക്കാണ്. രണ്ടെണ്ണം കാണിച്ച് അത് ഇത് എന്ന് ഭയങ്കരമായിട്ട് സെർച്ച് ചെയ്ത് നിൽക്കുന്ന സമയത്ത് മായി ഇവരിങ്ങനെ ഇരിക്കുന്നുണ്ട്. പേക്ക് കൂടെ നൈസായിട്ട് വന്ന് എന്തുവാ ചെയ്യുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. രണ്ടും പേടിച്ചു പോകുന്നുണ്ട്. ജെയ്ഡ് കിങ്ങിന്റെ അടുത്ത് എടാ നീ റിച്ച് ആണെന്ന് അറിയാം എന്ന് പറഞ്ഞ് ഇങ്ങനെയൊന്നും കാണിക്കേണ്ട കാര്യമില്ലെന്ന് പറഞ്ഞുകൊണ്ടിരിക്കാണ്. അതെ ഞാൻ റിച്ച് ആണ്, എന്റെ ബോയ് ഫ്രണ്ടിനെ ഞാൻ സ്പോയിലാക്കും, എന്താ നിനക്ക് കുശിമാണോന്ന് കിങ്. ജെയ്ഡാണെങ്കില് ആ 2 ഫ്ലവേഴ്സും ഇഷ്ടപ്പെട്ടില്ലെന്ന് പറയാണ്. മായി നീ നോക്കിട്ട് വരാന്ന് പറഞ്ഞ് മായിന്റെ അടുത്ത് ഫോൺ കൊടുത്ത് മായ അതിലൊരെണ്ണം സെലക്ട് ചെയ്യുന്നുണ്ട്. എന്നാ പിന്നെ ഇതന്നെ യുഎക്ക് കൊടുക്കാന്ന് പറഞ്ഞ് കിങ് നിൽക്കുന്ന സമയത്താണ് ആരെ എന്താ എനിക്ക് തരാൻ പോകുന്നതെന്ന് ചോദിച്ച് യുഎ അങ്ങോട്ടേക്ക് വരുന്നത്. സർപ്രൈസ് അല്ലേ. കിങ് നേരെ പ്ലേറ്റ് മാറ്റിയിട്ട് അത് വേറെന്നല്ല, വാലന്റൈൻസ് ഡേക്ക് വേണ്ടിയിട്ട് മായിക്ക് ഒരു ഗിഫ്റ്റ് മേടിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞ് നിൽക്കുവാണ്. ജെയ്ഡാണെങ്കില് അതെ എന്നുള്ള രീതിക്ക് മായിന്റെ അടുത്ത് തട്ടിക്കൊടുത്ത് സിഗ്നലൊക്കെ കാണിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അവനാണെങ്കിൽ അന്തം വിട്ട് നിൽക്കുവാണ്. കിങ് ഡോളല്ലേ, മഞ്ഞ ഡോളല്ലേ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് കഴിയുമ്പോഴാണ് മായിക്ക് എത്തുന്നത്. അതേന്ന് പറഞ്ഞോണ്ടിരിക്കാണ്. ശരി ഓക്കെ എന്നും പറഞ്ഞ് യുഎയിൽ നിൽക്കുന്ന സമയത്താണ് യുഎന്റെ കയ്യിലിരിക്കുന്ന കോഫി വേണം എന്നുള്ള രീതിക്ക് കിങ് ആക്ഷൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ശരിയെന്ന് പറഞ്ഞ അതും എടുത്തു കൊടുത്ത് യു അവിടുന്ന് പോയി കഴിയുമ്പം എനിക്കും കോഫി ഉണ്ടാക്കണം എന്നും പറഞ്ഞ് മായിനെയും കുട്ടി ജെയ്ഡ് കിച്ചണിലേക്ക് പോകുന്നുണ്ട്. അതിനു മുന്നേ അവൻ ഏത് ഫ്ലവറാണ് ഇഷ്ടപ്പെട്ടത് എന്ന് കിങ്ങിന് മെസ്സേജ് വെച്ചിട്ടാണ് പോകുന്നത്. വർക്ക് ചെയ്യുന്ന സമയത്ത് കിങ് യുഎക്ക് വേണ്ടിയിട്ട് സർപ്രൈസ് വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് നമുക്കിന്ന് നേരത്തെ പോവാന്നൊക്കെ ജെയ്ഡും മായും കൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ ടോങ് അവിടുന്ന് പോകുന്നത്. എനിവേസ് ഞാൻ പറയാൻ മറന്നുപോയി, ഇന്നാണ് വാലന്റൈൻസ് ഡേ. ടോങ് അവിടുന്ന് പോകുമ്പം ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഗസ് അവിടുന്ന് പോവല്ലോ. എല്ലാം നല്ലതായിട്ട് നടക്കുന്നുണ്ടല്ലോ എന്നും പറഞ്ഞ് ജെയ്ഡ് നിൽക്കുന്ന സമയത്ത് കിങ്ങിന്റെ അടുത്തുനിന്ന് ഇപ്പൊ വരാന്ന് പറഞ്ഞുള്ള മെസ്സേജും കാണുന്നുണ്ട്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് ബോസ് വരുന്നത്, അതും നമ്മുടെ യുഎക്ക് ഒരു വർക്കുമായിട്ട്. കിങ്ങിന്റെ സർപ്രൈസും ഇവരുടെ പ്ലാനിങ്ങും മൊത്തത്തില് വെള്ളത്തിലായില്ലേ. കിങ്ങിനെയോട്ട് കാണുന്നില്ല, നിന്റെ പ്ലാനിങ് മൊത്തം വെള്ളത്തിലായെന്നും പറഞ്ഞ് നിൽക്കുന്ന സമയത്താണ് കിങ് അങ്ങോട്ടേക്ക് ഭയങ്കര ഹാപ്പി ആയിട്ട് ഫ്ലവർ ഒക്കെ പിടിച്ചാ വരുന്നത്. പക്ഷെ ഇവിടെയാണ് കിങ്ങിനൊരു ട്വിസ്റ്റ്. ഓൾറെഡി തന്നെ ഇങ്ങനെ നമ്മുടെ കിങ് സർപ്രൈസ് ഒക്കെ വെച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം നമ്മുടെ യുഎക്ക് അറിയാം. നമ്മുടെ ജെയ്ഡ വലിയ മനസ്സ് കാണിച്ച് യുഎക്ക് വേണ്ടിയിട്ട് ആ ഒരു വർക്ക് ഞാൻ ചെയ്തോളാന്ന് പറയുന്നുണ്ട് ബോസിന്റെ അടുത്ത്. നിങ്ങൾ സെറ്റായിട്ടുള്ള ആദ്യത്തെ വാലന്റൈൻസ് ഡേ അല്ലേ, രണ്ടുപേരും പോയിട്ട് അടിച്ചു വിളിക്കുന്നു ജെയ്ഡ്. ശരി ഓക്കേന്ന് യുഎയും. നീ ഇങ്ങനെ സർപ്രൈസ് തരാൻ വേണ്ടി നിൽക്കുന്നത് എനിക്ക് ഓൾറെഡി തന്നെ അറിയായിരുന്നു എന്ന് കിങ്ങിന്റെ അടുത്ത് യുഎ പറയുമ്പം അതൊക്കെ നീ ശ്രദ്ധിച്ചായിരുന്നു എന്ന് കിങ്. പിന്നല്ലാതെ നീ എന്നെ ഇഷ്ടപ്പെടുന്നുണ്ട് എനിക്ക് അറിയത്തില്ലേന്ന് യുഎ ആണേലും കിങ്ങിന് വേണ്ടിയിട്ട് ഒരു ഗിഫ്റ്റ് വെച്ചിട്ടുണ്ട്, പക്ഷെ അത് കാറിലാണ്. അങ്ങനെ പയ്യന്മാർ രണ്ടും കൂടെ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് പോകുന്നത്. നമ്മുടെ കിങ് എപ്പോഴത്തെ പോലെ തന്നെ യുഎന്റെ അടുത്തുനിന്ന് ബാഗ് മേടിച്ചു പിടിക്കുന്നുണ്ട്. ബോസ് ആണെങ്കിലും ജെയ്ഡിന്റെ അടുത്ത് വർക്കിന്റെ കാര്യമൊക്കെ പറഞ്ഞ് പോകുന്നു. മായി ജെയ്ഡിന്റെ അടുത്ത് ഹെൽപ്പ് ചെയ്യട്ടെ എന്ന് ചോദിക്കുമ്പം നീ വീട്ടിൽ പോവാണേ പൊക്കോ, ഞാൻ ഒറ്റയ്ക്ക് വന്നോളാന്ന് ജെയ്ഡ് പറയുന്നുണ്ട്. ജെയ്ഡിന്റെ ഡ്രസ്സൊക്കെ നേരാക്കിയിട്ട് കൊടുത്തിട്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ ഹെൽപ്പ് ചെയ്യാന്നും പറഞ്ഞുകൊണ്ടാണ് മായി നിൽക്കുന്നത്. ജെയ്ഡിനാണെങ്കിലും ഭയങ്കര ഹാപ്പി. അങ്ങനെ രണ്ടുപേരും കൂടെ ഒരുമിച്ചാണ് ആ പ്രൊജക്ട് ചെയ്യുന്നത്. രണ്ടുപേരും തമ്മില് കുറച്ചും കൂടെ ക്ലോസ് ആവുന്നുണ്ട്. ഇതേ സമയത്ത് നമ്മുടെ ഗസ് ഒരു സ്ട്രീറ്റിൽ കൂടെ നടന്നു പോവാണ്.
ഇതിന്റെ ഇടയ്ക്ക് നമ്മുടെ ടോങ്ങിന് മെസ്സേജ് വയ്ക്കുന്നുണ്ട്. ഇങ്ങനെ ഞാൻ ഒറ്റയ്ക്കാണ്, ഫുഡ് കഴിക്കാൻ വരുമെന്ന് ചോദിച്ചു. ഒരു കടയില് ഫുഡ് കഴിക്കാന്ന് പറഞ്ഞ് നിൽക്കുന്ന സമയത്ത് അവിടെ ടേബിൾ ഫുള്ള് ഫില്ലാണ് എന്ന് കടക്കാരൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ഗസ് ശ്രദ്ധിക്കുന്നത്. അവിടെ ഇരുന്ന് നമ്മുടെ ടോങ് ഫുഡ് കഴിക്കുന്നത്. എനിക്ക് പരിചയമുള്ള ഒരാൾ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞ് നേരെ ടോങ്ങിന്റെ അടുത്തേക്ക് പോയിട്ട് ഞാനും കൂടി ഇവിടെ ഇരിക്കട്ടെ, ബാക്കി ടേബിളൊക്കെ ഫുള്ളാണെന്ന് പറഞ്ഞിട്ട് അവിടെ അങ്ങ് ഇരിക്കുവാണ്. ടോങ്ങിന്റെ മറുപടി പോലും കേൾക്കാൻ നിൽക്കുന്നില്ല. നമ്മൾ രണ്ടുപേരും കൂടെ വാലന്റൈൻസ് ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നെങ്കിൽ കുറച്ചും കൂടെ അടിപൊളിയായി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഗസ് നിൽക്കുന്നത്. നിനക്ക് ഇവിടെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ മര്യാദയ്ക്ക് മിണ്ടാതിരിക്കാൻ ടോങ് ലേശം ഫീലായിട്ട്. ഈ ഫീലായിട്ട് എന്ന് പറയുമ്പം എപ്പോഴും ടോങ്ങിന്റെ അടുത്ത് നിന്ന് കിട്ടുന്നല്ലേ, അതുകൊണ്ട് വിഷമമൊന്നുമില്ല. ജസ്റ്റ് എന്നാലൊരു ഇത് ഓർഡറും കൊടുത്ത് നേരെ പിന്നെയും ടോങ്ങിന്റെ അടുത്ത് ചോദിക്കാണ് ഡേറ്റിന് വന്നതാണോന്ന്. കണ്ടിട്ട് നിനക്ക് അങ്ങനെയാണോ തോന്നിയെന്ന് ടോങ്. ശരിക്കും അത് നിന്റെ കാര്യമല്ലെന്ന് ടോങ്. ഗസിന് പിന്നെ ഇത് സ്ഥിരമാണല്ലോ. ഓ ശരി എന്നും പറഞ്ഞ് ഗസ് നിൽക്കുമ്പോഴാണ് ടോങ് ഹോട്ട് പോട്ടിലേക്ക് ഉള്ള പോർക്ക് മൊത്തം ഒരുമിച്ച് വടിച്ച് ഓരിയിടുന്നത്. ഇതെല്ലാം കൂടി ഇങ്ങനെ ഇട്ട് തിന്നിട്ടുണ്ടെങ്കിൽ എൻജോയ് ചെയ്യാൻ പറ്റത്തില്ലെന്ന് ഗസ് പറയുമ്പം ഞാൻ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, തിന്നാൻ വേണ്ടിയിട്ട് അത് തിന്നുന്നേന്ന് ടോങ്. അപ്പോഴേക്കും ഗസ് ഓർഡർ ചെയ്തേ വരുന്നുണ്ട്. അപ്പൊ അവനാണെങ്കിൽ നന്നായിട്ട് അതൊന്ന് ഇളക്കി മറിച്ചെടുത്ത് ഹോട്ട് പോട്ടിലേക്ക് ഒരെണ്ണം വെച്ച് ഇങ്ങനെ മുക്കിക്കൊണ്ടിരിക്കുന്ന കണ്ടിട്ട് ടോങ് ചോദിക്കുന്നുണ്ട്, ഇത് നീ അടുത്ത ജന്മത്തിൽ അങ്ങനെ ഇരുന്ന് തിന്നുവെന്ന്. പക്ഷെ ഇങ്ങനെ തിന്നാലോ ടേസ്റ്റ് എന്ന് ഗസ്. എന്നിട്ട് അവൻ ആദ്യം ഉണ്ടാക്കിയത് എടുത്ത് ടോങ്ങിനാണ് കൊടുക്കുന്നത്. ടേസ്റ്റ് ചെയ്ത് നോക്കുന്ന് പറഞ്ഞ് ലേശം ഫീൽ ആയിട്ടാണ് നമ്മുടെ ടോങ് നോക്കുന്നത്. നിന്ന് നോക്കുമ്പം അവൻ ഇഷ്ടപ്പെടുന്നുണ്ട്. ഹോട്ട് പോട്ട് അടിപൊളിയാണ്, പപ്പായ സാലഡ് അടിപൊളിയാണ്, എന്റെ മുന്നിലിരിക്കുന്ന ആളും പൊള്ളയാണ് എന്ന് ഗസ്. പാവ ആ കൊച്ച് ഫ്ലേർട്ട് ചെയ്യാൻ നോക്കുന്ന സമയത്ത് ടോങ് ആണെങ്കില് നമ്മളെ ആർക്കും വേണ്ട, അതുകൊണ്ടാണ് രണ്ടും കൂടി ഇങ്ങനെ ഇരിക്കുന്നതെന്ന് പറയാണ്. ഏയ് നീ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? എന്നെ ആർക്കും വേണ്ടാഞ്ഞിട്ടല്ല, എനിക്ക് ബാക്കിയുള്ളവരെ വേണ്ടാഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങനെ ഇരിക്കുന്നത്. എനിക്ക് പ്രത്യേകിച്ച് ഒരാളെയാണ് വേണ്ടത് എന്ന് ഗസ് എടുത്ത് പറയുമ്പോ തന്നെ നമ്മുടെ ടോങ്ങിന് മനസ്സിലാവുന്നുണ്ട് ഗസ് എന്തുദ്ദേശിച്ചാണ് പറഞ്ഞത് എന്ന്. ഗസ് അങ്ങനെ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുന്ന സമയത്ത്, അതും ഫ്ലേർട്ട് ചെയ്തിട്ട് ഹാപ്പി ആയിട്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ടോങ് ആണെങ്കിൽ ഒരുമാതിരി ജസ്റ്റ് ഫീൽ ആയിട്ടൊക്കെ തന്നെയാണ് ഗസിനെ നോക്കുന്നത്. ഇവരുടെ ഈ ഒരു കോംബോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതേ ക്യാരക്ടറിൽ ഇവർക്കൊരു വേറൊരു ഡ്രാമയും കൂടി ഉണ്ടായിരുന്നെങ്കിൽ സെറ്റ് ആയാന്. ഇവിടെ ജെയ്ഡും മായും കൂടെ പണി തീർത്തിട്ട് വരുന്ന സമയത്ത് ജെയ്ഡ് പറയുന്നുണ്ട്, എല്ലാ വാലന്റൈൻസ് ഡേ ഒന്നും ഞാൻ ഒറ്റയ്ക്കായിരിക്കും, ഇപ്രാവശ്യമാണ് വ്യത്യസ്തമായിട്ടുള്ളത്, ഞാൻ ഒരുപാട് ഹാപ്പിയാണ് നിന്റെ കൂടെ ഉള്ളതിന്. ശരിക്കും ഹാപ്പിയാണോ എന്ന് ഭയങ്കര ഹാപ്പി ആയിട്ട് മായ ചോദിക്കുമ്പം അതെ ഭയങ്കര ഹാപ്പിയാണെന്ന് പറഞ്ഞ് ചേട്ടാണെങ്കിൽ മായിന്റെ ഫേസിനോട് അവന്റെ ഫേസ് അടുപ്പിച്ച് വെക്കുവാണ്. മായാണെങ്കിൽ ഇത് കണ്ട് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്താണ് നിൽക്കുന്നത്. എന്നിട്ട് കുറച്ച് കഴിയുമ്പം ജെയിലിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, എപ്പോഴത്തെയും പോലെ തന്നെ ഇപ്രാവശ്യവും ഒറ്റയ്ക്കാണോ ഫുഡ് കഴിക്കാൻ പോകുന്നതെന്ന്. കുറച്ചേരം ആലോചിച്ച് മായിന്റെ കയ്യിൽ പിടിച്ച് നമ്മൾ രണ്ടും ഒരുമിച്ചാണ് ഇന്ന് ഫുഡ് കഴിക്കാൻ പോകുന്നതെന്നും പറഞ്ഞ് അവനെയും കൂട്ടിയിട്ട് ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും കൂടെ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് സംസാരിച്ച് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ജെയ്ഡാണെങ്കിൽ ഈ താറാവിന്റെ കാലൊക്കെ ഇങ്ങനെ വലിച്ച് കീറി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടിട്ട് മായി ജെയ്ഡ് ഭയങ്കര ക്യൂട്ടാണെന്ന് പറയാണ്. എന്തോന്ന് ഇങ്ങനെ കാല് കടിച്ചെറിഞ്ഞാണോ എന്നുള്ള രീതിക്ക് ജെയ്ഡ് നോക്കുമ്പം നിങ്ങൾ ഭയങ്കര നൈസാണ് എന്നൊക്കെ മായി പറയാണ്. ഇതുവരേക്കും ഇങ്ങനെ ഒരാളെ കണ്ടിട്ടില്ല, നിങ്ങൾ എനിക്ക് ഭയങ്കര സ്പെഷ്യൽ ആണ് എന്ന്. പവൻ ജെയ്ഡാണെങ്കിൽ മായി പറയുന്നതിന്റെ അർത്ഥം മനസ്സിലാക്കാണ്ട് ഞാൻ നിന്റെ മെന്റർ ആണെന്നേ ഉള്ളൂ, അല്ലാതെ സ്പെഷ്യൽ ആയിട്ടുള്ള ആളൊന്നും അല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് നിൽക്കുന്നത്. അതേപോലെ മായിക്ക് ഒരാളോട് ക്രഷ് ഉണ്ടെന്ന് പറഞ്ഞായിരുന്നല്ലോ, അയാളെ സെറ്റാക്കാൻ വേണ്ടിയിട്ട് വേറൊരു ഐഡിയയും കൂടെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് മേടിച്ചു കൊടുക്കാൻ. ഇത് കേട്ടതും മായി ആണെങ്കിൽ അവിടെ ഒരു ഡെസേർട്ടിന് ഓർഡർ ചെയ്യാണ്. ഏത് ഫ്ലേവറാ വേണ്ടത് എന്ന് ജെയ്ഡിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. മായി ഇവിടുത്തെ ഡെസേർട്ട് കൊള്ളത്തില്ലെന്ന് ജെയ്ഡ് പറയുന്നുണ്ട്. അങ്ങനെ ഒരു സംഭവം ഓർഡർ ഒക്കെ ചെയ്ത് ജെയ്ഡ് നിൽക്കുന്ന സമയത്താണ് മായി പറയുന്നത് ഒരെണ്ണം കൂടെ വേണമെന്ന്. അവന്റെ കയ്യിൽ പിടിച്ച് വെച്ചിട്ട് വേണ്ട വേണ്ട ഒന്ന് മതി, ഞങ്ങൾ രണ്ടുപേരും കൂടെ തിന്നോളാന്ന് ജെയ്ഡും പറയുന്നുണ്ട്. അങ്ങനെ അതും മേടിച്ച് വരുന്ന സമയത്ത് രണ്ടുപേരും കൂടെ സംസാരിക്കുന്നതിന്റെ ഇടയ്ക്ക് നമ്മുടെ മായി പറയുന്നുണ്ട്, നിങ്ങളല്ലേ പറഞ്ഞത് ഇഷ്ടപ്പെട്ട ആൾക്ക് ടേസ്റ്റ് ആയിട്ടുള്ള ഫുഡ് മേടിച്ചു തരാൻ, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത് മേടിച്ചു തന്നീന്ന്. അപ്പോഴാണ് ജെയ്ഡിന് കത്തുന്നത്. അപ്പൊ നീന്ന് പറഞ്ഞ് ചോദിച്ചു വരുമ്പോഴേക്കും അതെ ശരിയാണ് എന്ന് മായും പറയാണ്. അങ്ങനെ ജെയ്ഡ് ഭയങ്കര ഹാപ്പി ആയിട്ടാണ് നിൽക്കുന്നത്. ഇഷ്ടപ്പെട്ട ആൾക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് മേടിച്ചു കൊടുക്കണം എന്ന് ജെയ്ഡ് തന്നെ പറഞ്ഞതിന്റെ ഭാഗമായിട്ട് മായി ജെയ്ഡിന് ഫുഡ് മേടിച്ചു കൊടുത്തായിരുന്നു. ജെയ്ഡ് ഇങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് മായി ജെയ്ഡിന് ഫുഡ് മേടിച്ചു കൊടുത്തത് എന്ന്
മായി പറയുകയും ചെയ്തു. ഇതാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിന്റെ ലാസ്റ്റ് കണ്ടത്. ഈ എപ്പിസോഡിന്റെ തുടക്കത്തിലും അത് തന്നെയാണ് കാണുന്നത്. മായി ഇങ്ങനെ കൺഫ്യൂസ് ചെയ്തിട്ടും ആ മണ്ടനാണെങ്കിൽ മനസ്സിലായില്ലെന്ന് പറയാൻ പറ്റത്തില്ല. പാതി മനസ്സിലായി, പക്ഷെ അങ്ങ് വിശ്വസിക്കാൻ തോന്നില്ല എന്ന് തോന്നുന്നു. ഒരുപാട് ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ ചോദ്യം ചോദിക്കരുത് എന്ന് നമ്മുടെ ജെയ്ഡ് തന്നെ മായിക്ക് മുന്നേ അഡ്വൈസ് കൊടുത്തായിരുന്നു. അതുകൊണ്ട് അവൻ പറയുന്നുണ്ട് ഒന്നുമില്ല, അത് വിട്ടേക്കുന്ന്. ഏകദേശം മനസ്സിലായതുകൊണ്ടാണോ എന്തോ ജെയ്ഡും പെട്ടെന്ന് എനിക്ക് അർജന്റായിട്ട് ബാത്റൂം പോകണമെന്ന് പറഞ്ഞ് സ്പീഡിൽ പോവാണ്. അങ്ങനെ അടുത്ത ദിവസം എപ്പോഴത്തേമ്പോൾ തന്നെ രണ്ടുപേരും കൂടെ ഒരുമിച്ചാണ് ഓഫീസിലേക്ക് വരുന്നത്. ജെയ്ഡാണെങ്കിൽ ഒന്ന് തട്ടി വീഴുവാണ്. അപ്പൊ അവന്റെ കയ്യിലുള്ള ജ്യൂസ് അവിടെ ഫുള്ള് മറിയുന്നു. രണ്ടുപേരും കൂടെ അത് ക്ലീൻ ആക്കുന്ന സമയത്ത് ഒരു പെണ്ണങ്ങോട്ടേക്ക് വരികയാണ്. അവക്കാണെങ്കിൽ മൈൻ്റെ അടുത്ത് ഒരു ചെറിയ ഇൻട്രസ്റ്റ് ഉണ്ട് എന്നാണ് തോന്നുന്നത്. ഇത് ശ്രദ്ധിക്കുന്ന ജെയ്ഡാണെങ്കിലോ അപ്പൊ മായിന്റെ ക്രഷ് ഡ്രസ്സല്ല ഇവളാണോന്നും ആലോചിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. എന്നിട്ട് ഈ മണ്ടന് മനസ്സിലായിട്ടില്ല അവനാണ് മൈൻ്റെ ക്രഷ് എന്ന്. ജെയ്ഡ് എങ്ങനെയാ ബ്രെയിൻ ഇല്ലാതെ ജീവിക്കുന്നതാണ് എനിക്ക് മനസ്സിലാവാത്തത്. ആ പെണ്ണാണെങ്കിൽ മായിനെയും കൂട്ടിയിട്ട് അവിടുന്ന് പോവാൻ നിൽക്കുന്ന സമയത്ത് മായി ആണെങ്കിൽ ഞങ്ങൾക്കൊരു പ്രൊജക്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞ് അവിടുന്ന് ജെയ്ഡിനെ വിളിച്ചുകൊണ്ട് പോവാണ്. അവരെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ വർക്ക് ചെയ്യുന്ന സെക്യൂരിറ്റീൻ്റെ അടുത്തും തുടയ്ക്കുന്ന ചേച്ചീൻ്റെ അടുത്തും ഒക്കെ മായി ഭയങ്കര കമ്പനിയായിട്ട് സംസാരിക്കുന്ന കണ്ടിട്ട് അത് ജെയ്ഡിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുവാണ്. കുറച്ചേ ഉള്ളൂ അവൻ ഇങ്ങോട്ടേക്ക് വന്നിട്ട് ഇത്രയും പെട്ടെന്ന് എല്ലാ എംപ്ലോയീസിനെയും അറിഞ്ഞതിന് ഒരു സാഷ അവാർഡ് ഉണ്ടാക്കി തരട്ടെ എന്നൊക്കെ ജെയ്ഡ് പറയുന്നുണ്ട്. ഇവനിങ്ങനെ പറയുന്ന കേട്ടിട്ട് മായാണെങ്കിൽ ജെയ്ഡ് നിങ്ങൾ ഭയങ്കര ക്യൂട്ടാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കാണ്. എന്തെന്ന് ജെയ്ഡ് ചോദിക്കുമ്പം അത് പിന്നെ വേറൊന്നല്ല, സാഷ് ഉണ്ടാക്കിയാല് ഒരുപാട് പേപ്പർ പോകത്തില്ലേ, HR ഡിപ്പാർട്ട്മെന്റ് എക്കോ ഫ്രണ്ട്ലി ആയിട്ടിരിക്കാനല്ലേ പറഞ്ഞത് എന്ന് മായി. അത് ശരിയാണ്, എന്നാ പിന്നെ ഡിജിറ്റൽ സാഷ് ഉണ്ടാക്കി തരാന്ന് ജെയ്ഡ്. എല്ലാരും കൂടെ ഓഫീസിലിരുന്ന് വർക്ക് ചെയ്യുന്ന സമയത്ത് സോങ്ഗ്രാം ഫെസ്റ്റിവലിന് ആരൊക്കെ എവിടെയൊക്കെ പോകുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ജെയ്ഡ് മാത്രം എവിടെയും പോകുന്നില്ല, ജസ്റ്റ് പാരന്റ്സിന്റെ അടുത്ത് പോയിട്ട് ജസ്റ്റ് ഒന്ന് ഫുഡ് കഴിക്കുന്നു എന്ന് മാത്രമാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ മായി കുറച്ച് കഴിയുമ്പം ജെയ്ഡിന്റെ അടുത്ത് വന്നിട്ട് അന്ന് ആ ഫെസ്റ്റിവലിന്റെ അന്ന് വെള്ളത്തിൽ കളിക്കാൻ പോയാലോ, അതായത് ഒരുമിച്ച് ടൈം സ്പെൻഡ് ചെയ്താലോ എന്ന് ചോദിക്കുന്നുണ്ട്. ഭയങ്കര ചൂടാണ്, ഞാനന്ന് ഫുള്ള് റൂമിലിരുന്ന് കോമിക്ക് വായിക്കാൻ പോവാണെന്നാണ് ജെയ്ഡ് പറയുന്നത്. പാവം മായി ഭയങ്കരമായിട്ട് അങ്ങ് അപ്സെറ്റ് ആവുന്നുണ്ട്. ജെയ്ഡ് നോക്കുമ്പം മായി ആണെങ്കിൽ പതിവില്ലാണ്ട് സൈലന്റ് ആയിട്ട് നിൽക്കുവാണ്. ഇനിയിപ്പോ ഞാനങ്ങനെ പറഞ്ഞുകൊണ്ടായിരിക്കോ അവന് ഫെസ്റ്റിവലിന് കൂടെ പോകാൻ ഒരു ഫ്രണ്ട് വേണമായിരിക്കും എന്നൊക്കെ ജെയ്ഡും കാര്യമായിട്ട് ചിന്തിക്കുന്നുണ്ട്. ഇവിടെ ഗണ്ണും കിങ്ങും കൂടെ ഒരാഴ്ചത്തേക്ക് അവര് ലീവ് എടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് സോങ്റാങ്ങിന്റെ ആ ഒരു ഫെസ്റ്റിവലിന്റെ ടൈമില്. ഈ സമയത്ത് ടോങ്ങിന്റെ അടുത്ത് പറയുന്നുണ്ട് അവൻ അഥവാ എന്തെങ്കിലും പറ്റാത്ത വർക്കും എല്ലാം വന്നിട്ടുണ്ടെങ്കിൽ അതവിടെ വെച്ചേക്ക്, തിരിച്ചു വന്നിട്ട് ഞങ്ങള് ഹെൽപ്പ് ചെയ്യാന്ന്. ടോങ് കിങ്ങിന്റെ ഇന്റേൺ ആണല്ലോ. ഞാനിവിടെ ആദ്യം വന്ന സമയത്താണേലും എനിക്കും കുറെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റാത്തതുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അവനാണെങ്കിൽ ഒരു സംശയത്തോടെയാണ് ഓക്കെ പറഞ്ഞിട്ട് വർക്ക് ചെയ്യുന്നത്. ഈ സമയത്ത് ഗണ്ണാണെങ്കിൽ അവൻ നല്ല ഹാർഡ് വർക്കിംഗ് ആണ്, വർക്ക് ചെയ്യട്ടെ, പക്ഷേ നിങ്ങൾ പറഞ്ഞതിൽ അവൻ അത്ര വിശ്വാസമായില്ല എന്ന് തോന്നുന്നു എന്ന് പറഞ്ഞ് കിങ്ങിനെ കളിയാക്കുവാണ്. അത് കറക്റ്റാണ്, അവൻ നല്ല ഹാർഡ് വർക്കിംഗ് ആണ്, നിന്നെ പോലെ അല്ലെന്ന് കിങ് തിരിച്ച് ഗണ്ണിനെയും ഇൻഡയറക്റ്റ് ആയിട്ട് കളിയാക്കുന്നോന്ന് ഗണ്ണ് ചോദിക്കുന്ന സമയത്ത് ഇല്ലില്ല ഡയറക്റ്റ് ആയിട്ട് തന്നെയാണെന്ന് കിങ്. എന്ത് ഫൈറ്റ് ഓടുന്നോന്നും പറഞ്ഞ് ഇവനാണെങ്കിൽ ഫൈറ്റിന് വേണ്ടി റെഡി ആയിട്ട് നിൽക്കുവാണ്. പോടാ പോയിരുന്ന വർക്ക് ചെയ്യുന്ന് കിങ്. ഇവിടെ നമ്മുടെ ഗസ് കോഫി കുടിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് ടോങ് വരുന്നുണ്ട്. എപ്പോഴത്തെ പോലെ തന്നെ ടോങ്ങിനെ കണ്ടതും ഗസ് ആണെങ്കിൽ ഭയങ്കരമായിട്ട് ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. എപ്പോഴത്തെ പോലെ തന്നെ ടോങ് ആണെങ്കിൽ എന്ന് മാത്രമാണ് റിപ്ലൈ കൊടുക്കുന്നത്. എപ്പോഴും ഇങ്ങനെ ഉറന്ന് മോന്ത വെച്ചുകൊണ്ടിരിക്കാണ്ട് വല്ലപ്പോഴും ഒന്ന് ചിരിച്ചൂടെ എന്ന് പറഞ്ഞ് കവിളൊക്കെ പിടിച്ച് ചിരിക്കുന്ന പോലെ ആക്കി കൊടുക്കുന്നൊക്കെ ഉണ്ട്. പക്ഷെ ടോങ് ആണെങ്കിൽ മുഖം മാറ്റുവാണ്. അത് കഴിഞ്ഞിട്ട് രണ്ടുപേരും കൂടെ ഒരുമിച്ച് ബിസ്ക്കറ്റ് എടുക്കാൻ പോകുന്ന സമയത്ത് കൈ രണ്ടും ഉരസുന്നുണ്ട്. ആ സമയത്തെ കുറച്ച് ഫീലായിട്ട് രണ്ടും നോക്കിയേക്കുന്നുണ്ട്, അതും കുറച്ച് അധികം നേരം. എന്നാലും ടോങ് മാറിയിരിക്കുന്നുണ്ട്. അപ്പൊ ഗസ്സാണെങ്കിൽ കണ്ടോ നമുക്ക് രണ്ടിനും ഒരേ മനസ്സാണെന്ന് പറഞ്ഞാണ് നിൽക്കുന്നത്. ടോങ് ആണെങ്കിൽ ഒരു ബിസ്ക്കറ്റ് എടുത്തിട്ട് പെട്ടെന്ന് നടന്നങ്ങ് പോവാണ്. ഇതെന്റെ ഗസ് ചോദിക്കുന്നുണ്ട് ബ്ലഷ് ആയിട്ടാണ് ഇങ്ങനെ പെട്ടെന്ന് പോകുന്നതെന്ന്. പക്ഷെ റിപ്ലൈ ഒന്നും കൊടുക്കാണ്ട് ടോങ് അവിടെ നിന്ന് പോവാണ്. അങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ട് ടോങ്ങിന്റെ അടുത്തേക്ക് വന്നിരുന്ന് പിന്നെയും ചോദിക്കുന്നുണ്ട് ഞാൻ നിന്നെ ബ്ലഷ് ആക്കിയോണ്ടാണോ പെട്ടെന്ന് അങ്ങനെ വന്നേന്ന്. അല്ലെന്ന് ടോങ്. അപ്പൊ സോങ്റാങ്ങിന് എവിടേക്കെങ്കിലും പോകുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പം ഇല്ലെന്നാണ് ടോങ് പറയുന്നത്. പോവാൻ ഫ്രണ്ട്സ് ആരും ഇല്ലാത്തോണ്ടാണോ, എന്നാ പിന്നെ ഞാൻ വരട്ടെ എന്ന് ചോദിക്കുകയാണ്. പോവാൻ താല്പര്യമില്ലാഞ്ഞിട്ടാണ് എന്ന് ടോങ്. ഗസ് ആണെങ്കിൽ സംസാരിക്കുന്നത് നിർത്തത്തില്ലല്ലോ, അതുകൊണ്ട് ടോങ് ചോദിക്കുന്നുണ്ട് നീ എപ്പോഴും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേ ഇരിക്കോ, ആരും ഇതിനെക്കുറിച്ച് നീ ഒരുപാട് സംസാരിക്കുന്നെന്ന് പറഞ്ഞിട്ടേ ഇല്ലേ എന്ന് ചോദിക്കുകയാണ്.
എന്നാ പിന്നെ ഞാൻ പറയാണെന്നും കൂടെ പറയുമ്പം നമ്മുടെ കൊച്ചിനെ കുറച്ചങ്ങ് വിഷമാവുന്നുണ്ട്. ഇവരിങ്ങനെ സംസാരിച്ചിരുന്നതൊക്കെ നമ്മുടെ കിങ്ങും ഗണ്ണും കൂടെ കണ്ടിട്ടുണ്ടായിരുന്നു. ഇവര് സംസാരിച്ചിരിക്കുന്നതിന് മുന്നേ വർക്ക് ചെയ്യുന്ന സമയത്ത് ഗസ് കുറെ നേരം ടോങ്ങിനെ വിളിക്കുന്നുണ്ട്. ടോങ് പ്രത്യേകിച്ച് റിപ്ലൈ ഒന്നും കൊടുക്കുന്നില്ലെങ്കിലും സോങ്റാങ്ങിന് എവിടേക്കെങ്കിലും പോകുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അതിനും ടോങ് റിപ്ലൈ കൊടുത്തിട്ടില്ലായിരുന്നു. ഇത് നമ്മുടെ ഗണ്ണും കിങ്ങും കാണുന്നുണ്ടായിരുന്നു. ഈ ഒരു കാര്യം ഓർത്തിട്ട് ഗസ്സിനെ ഗണ്ണ് കൂട്ടിയിട്ട് വന്നു. കിങ് ടോങ്ങിന്റെ അടുത്ത് സംസാരിക്കുകയാണ്. ടോങ് ഗസ്സിന്റെ അടുത്ത് ഇങ്ങനെ സംസാരിക്കുന്നത് പല പ്രാവശ്യമായിട്ട് കിങ് കേട്ടിട്ടുണ്ടല്ലോ. അവനിങ്ങനെ പറയുന്നത് ഗസ്സിനെ വിഷമം ഉണ്ടാക്കിയേക്കാം, അതുകൊണ്ട് കുറച്ച് സൂക്ഷിച്ചൊക്കെ ഇങ്ങനെയൊക്കെ സംസാരിക്കാനാണ് പറയുന്നത്. മായയും ജെയ്ഡും കൂടെ തിരിച്ചുവാണ്. നൈറ്റായിട്ടും മൈൻ്റെ വിഷമം അങ്ങ് മാറിയിട്ടില്ല. അതുകൊണ്ട് ജെയ്ഡ് പറയുന്നുണ്ട്, എൻ്റെ തീരുമാനം ഞാൻ മാറ്റി, നമുക്ക് രണ്ടും ഒരുമിച്ച് സോങ്റോങ്ങിൻ്റെ ഒന്ന് വെള്ളത്തിൽ കളിക്കാമെന്ന്. മായിക്കാണെങ്കിൽ അത്രത്തോളം സന്തോഷം. ജെയ്ഡാണെങ്കിൽ ആ സമയത്ത് എന്തൊക്കെ വേണമെന്ന് പ്ലാൻ ചെയ്യാണ്. ഈ സോങ്റാങ് എന്താണെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. അതായത് നമ്മളിവിടെ മലയാള മാസത്തിലെ ന്യൂ ഇയർ ഉണ്ടല്ലോ, അതേപോലെ അവിടുത്തെ ട്രഡീഷണൽ ആയിട്ടുള്ള ന്യൂ ഇയർ ആണ് ഈ സോങ്റാങ് എന്ന് പറയുന്നത്. ഏപ്രിൽ 13 അവരുടെ ഈ ഒരു ഫെസ്റ്റിവൽ നടക്കാറുള്ളത്. വെള്ളത്തിൻ്റെ ഫെസ്റ്റിവൽ എന്നും പറയാം. അതായത് ആ സമയത്ത് ഈ വാട്ടർ ഗണ്ണ് അതുപോലെ തന്നെ വെള്ളമൊക്കെ എടുത്ത് ഓരോരുത്തരുടെ മേത്തേക്ക് ഒഴിച്ച് അവരൊരു പുതിയ വർഷത്തെ വരവേക്കുവാണ് ആ സമയത്ത് ചെയ്യുക. അങ്ങനെ ഫെസ്റ്റിവലുമായി ജെയ്ഡും മായയും കൂടിയാണ് പോകുന്നത്. ജെയ്ഡ് ഭയങ്കര ഹാപ്പിയാണ്. അവൻ്റെ ഫോട്ടോ ഒക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട് മായി. ജെയ്ഡ് ഭയങ്കര ഹാപ്പി ആയിട്ട് അത് ഫാമിലി ഗ്രൂപ്പിലിട്ട് ഫാമിലി ആയിട്ട് ചാറ്റ് ചെയ്യുന്നുണ്ട്. ഭയങ്കര ഹാപ്പി ആയിട്ട് ഇങ്ങനെ ചാറ്റ് ചെയ്യുന്നത് മായി നോക്കിയേക്കുന്നു. മായി ഇതുവരേക്കും സോങ്റാങ് ആഘോഷിച്ചിട്ടില്ലെന്ന് പറയുന്നുണ്ട്. അപ്പോഴാണ് ജെയ്ഡിനെ മനസ്സിലാവുന്നത് എന്തുകൊണ്ടാണ് ജെയ്ഡ് വരുന്നില്ലെന്ന് പറഞ്ഞപ്പം അവൻ ഭയങ്കരമായിട്ട് അപ്സെറ്റ് ആയിരുന്നു. അങ്ങനെ ഭയങ്കര ഹാപ്പി ആയിട്ട് ആ ഒരു ഫെസ്റ്റിവല് നടക്കുന്ന സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. അവിടെ ചെല്ലുമ്പോഴാണെങ്കിൽ നമ്മുടെ ഗസും ടോങ്ങും ഉണ്ട്. അങ്ങനെ ഭയങ്കര ഹാപ്പി ആയിട്ട് ടൈം സ്പെൻഡ് ചെയ്ത് കുറച്ച് കഴിയുമ്പം വെള്ളം മേടിക്കാൻ വേണ്ടിയിട്ട് മായി പോകുന്നുണ്ട്. 2 മേടിക്കുമ്പം അവരും കൂടി ഇല്ലേ 2 കൂടെ മേടിക്കുമെന്ന് ജെയ്ഡ് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ജെയ്ഡ് ഭയങ്കര ഹാപ്പി ആയിട്ട് നിൽക്കുന്നത് കാണുമ്പം മായിക്കാണെങ്കിൽ അതിലും സന്തോഷം. ഇതേ സമയം നമ്മുടെ ഗസ് എന്തോ ഫുഡ് മേടിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് ടോങ് വരുന്നത്. അപ്പൊ 2 എടുക്കാൻ വേണ്ടി അവൻ പറയുന്നുണ്ട്. ടോങ് ചോദിക്കുന്നുണ്ട്, സാധാരണ ഉള്ളതിനെക്കാട്ടും നീ എന്തിങ്ങനെ സൈലന്റ് ആയിട്ട് നിൽക്കുന്നേന്ന്. വായാടിയായിട്ടുള്ള നമ്മുടെ ഗസ് അപ്പൊ പോലും ഒരക്ഷരം മിണ്ടുന്നില്ല. ഇന്നലെ ഞാൻ അങ്ങനെ പറഞ്ഞതുകൊണ്ടാണോ എന്ന് ടോങ് ചോദിക്കുന്നുണ്ട്. അപ്പോഴും ഒന്നും മിണ്ടുന്നില്ല. നീ ഇവിടെ വരുന്നറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇങ്ങോട്ടേക്ക് വരത്തില്ലായിരുന്നു എന്ന് ഗസ് പറയാണ്. പക്ഷെ നീ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് നമ്മുടെ ചെക്കനും. പതിവില്ലാത്തയാണല്ലോ ഇങ്ങനത്തെ സംസാരമൊക്കെ. അതുകൊണ്ട് ഗസ് ഒന്ന് നോക്കുന്നുണ്ട്. ആ ചേച്ചിയാണെങ്കിൽ ഫുഡ് എടുത്ത് വെച്ച് പൈസ ചോദിക്കുമ്പം ഗസ് പൈസ കൊടുക്കാൻ പോകുമ്പോഴേക്കും ടോങ് എടുത്ത് കൊടുക്കാൻ നിൽക്കുവാണ്. ഞാൻ നിനക്ക് വേണ്ടി ഇത് മേടിച്ചു തരാം, എൻ്റെ അടുത്ത് ക്ഷമിക്കുമോ എന്ന് ചോദിക്കുകയാണ്. ഇല്ലെന്നും പറഞ്ഞ് ഗസ് പോന്നു. പാവൻ ടോങ് ആ ഫുഡൊക്കെ മേടിച്ച് അതിൻ്റെ പുറകെ പോകുന്നുണ്ട്. ഇവിടെ ജെയ്ഡും മായും കൂടി ഇരിക്കുന്ന സമയത്ത് ഇവർ ഈ ഫെസ്റ്റിവലിൻ്റെ സമയത്ത് എന്തോ പൗഡറോ മൈദ പോലെ എന്തോ ഒരു സാധനം ഫേസിലേക്ക് ആക്കിയിട്ടുണ്ട്. അതൊക്കെ മായി തുടച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞ് ജെയ്ഡ് തന്നെ അത് മേടിച്ചിട്ട് തുടച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇവരിങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് ഗസും ടോങ്ങും കൂടെ വരുന്നത്. ഇവരെ സംസാരിച്ചിരിക്കുന്നത് ഇനിയിപ്പോൾ എന്താ ചെയ്യുന്നത് എന്നാണെങ്കിലോ ഭയങ്കര ചൂടാണ്. എന്നാൽ പിന്നെ എല്ലാവർക്കും കൂടെ വീട്ടിലേക്ക് അങ്ങ് പോയാലോ എന്നാണ് ജെയ്ഡ് ചോദിക്കുന്നത്. എന്നാൽ പിന്നെ അങ്ങനെ ചെയ്യാം, എനിക്ക് ചെറുതായിട്ട് തലവേദന എടുക്കുന്നുണ്ട് എന്ന് ഗസ്. മായാണെങ്കിൽ തലവേദന എടുക്കുന്നുണ്ടോ എന്ന് പറഞ്ഞ് കവളിലിങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ചു നേരമായിട്ട് ഇങ്ങനെ പിടിച്ച് പരസ്പരം നോക്കിയിരിക്കുകയാണ്. ഇത് ജെയ്ഡ് കണ്ടിട്ടാണെങ്കിൽ എപ്പോഴത്തേം പോലെ തന്നെ ഇമാജിനേഷനിലേക്ക് പോവാണ്. മായി ഗസിന്റെ ഫേസിൽ ഇങ്ങനെ കൈവച്ച് നിന്റെ അടുത്ത് ഞാൻ ഒരുപാടായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നതാണ്, എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന് പറയുന്നു. എങ്ങനെയാ പയ്യന്മാര് ഭയങ്കര റൊമാൻറ്റിക് ആയിട്ട് നിൽക്കുന്ന പോലെയൊക്കെയാണ് ജെയ്ഡ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഗസിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, നിനക്ക് വയ്യെങ്കിൽ ഞാൻ കൊണ്ടുവിടട്ടേന്ന്. അല്ലല്ല മായി നിന്നെ കൊണ്ടുവിടുന്ന പറയാണ്. അല്ല അതല്ല, ഞങ്ങൾ 2 കൂടെ കൊണ്ടുവിടും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ടോങ് പറയുന്നു, കുഴപ്പമില്ല, നിങ്ങൾ 2 ഇവിടെ ഇരുന്ന് സെലിബ്രേറ്റ് ചെയ്യ്, ഞാന് ഗസിനെ കൊണ്ടുവിട്ടോളാന്ന്. ബാ നമുക്ക് പോവാന്നും പറഞ്ഞ് ഗസിന്റെ കയ്യിൽ പിടിക്കുന്ന സമയത്ത് ഞാൻ ഒറ്റയ്ക്ക് നടന്നോളൂ എന്ന് പറഞ്ഞ് ഗസ് അവരുടെ അടുത്ത് ബയ്യും പറഞ്ഞ് പോവാണ്. ടോങ് പുറകെ വന്നിട്ട് നീ ഇവിടെ നിൽക്കുക, ഞാനൊരു ക്യാബ് വിളിച്ചിട്ട് തരാമെന്ന് പറഞ്ഞ് പോവാൻ നിൽക്കുന്ന സമയത്ത് ഗസ് ചോദിക്കുന്നു, എന്തിനാ നീ എന്നെ ഇങ്ങനെ ഫോളോ ചെയ്യുന്നതെന്ന്. ഇന്നലെ ഞാൻ പറഞ്ഞത് കുറച്ച് കൂടിപ്പോയി, അതിന് ക്ഷമ ചോദിക്കാനാണെന്ന് ടോങ്. ഇതാ നോക്ക്, ചില കാര്യങ്ങൾ പറയുന്നവർക്ക് വലിയ കാര്യമായിട്ട് തോന്നത്തില്ല, പക്ഷെ കേൾക്കുന്നവർക്ക് അത് വലിയ കഷ്ടമായിരിക്കും എന്നും പറഞ്ഞ് ഗസ് പറഞ്ഞ് പോവാണ്. ടോങ്ങാണേലും വിഷമിച്ചാണ് നിൽക്കുന്നത്. ഇവിടെ മായയും ജെയ്ഡും കൂടെ ഭയങ്കര ഹാപ്പി ആയിട്ട് ഫുഡ് കഴിക്കാൻ വന്നിരിക്കുവാണ്. നീ എത്ര വേണമെങ്കിലും കഴിച്ചോ, ഫുഡിന് പൈസ ഞാൻ കൊടുത്തോളാന്ന് ജെയ്ഡ്. ഞാൻ കൊടുക്കാന്ന് മായി പറയുന്നുണ്ട്, എന്നാലും ഞാൻ തന്നെ കൊടുക്കാന്ന് ജെയ്ഡ്. ഇങ്ങനെ എന്നും ഫുഡ് കഴിക്കുകയാണെങ്കിൽ നന്നായിരുന്നൂലേന്ന് മായി പറയുന്ന സമയത്ത് ജെയ്ഡ് വിചാരിക്കുന്നത്,
എപ്പോഴും ജെയ്ഡിന്റെ ചെലവിൽ ഇങ്ങനെ ഫുഡ് കഴിക്കുന്നതിനെ കുറിച്ചാണ് മായി പറയുന്നതെന്നാണ്. അയ്യോ എൻ്റെ അടുത്ത് പൈസ ഉണ്ടാവില്ലല്ലോ എന്നാണ് ജെയ്ഡ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം മായി പറയുന്നുണ്ട്, എപ്പോഴും എന്ന് പറഞ്ഞാല് രാവിലെ ഓഫീസിലേക്ക് പോകുന്നതിന് മുന്നേയും തിരിച്ച് റൂമിലേക്ക് പോകുന്നതിന് മുന്നേയും അങ്ങനെ ഞാൻ ഫുഡ് മേടിച്ചു കൊടുക്കണമെങ്കിൽ പൈസ ഉണ്ടാവണ്ടേന്ന് ജെയ്ഡ് ആലോചിക്കുന്നുണ്ട്. എന്തേലും ഒഴിവേട് പറയാൻ നിൽക്കുമ്പോഴാണെങ്കിൽ അത് നടക്കുന്നില്ല. പിന്നെ അവൻ തുറന്നങ്ങ് പറയുന്നുണ്ട് പൈസ ഉണ്ടാവത്തില്ല എന്ന്. ആ മരമണ്ടന് അതുപോലെ മനസ്സിലാക്കാനുള്ള വിവരമില്ല, എന്താക്കാനാ. പിന്നെ മായി തന്നെ പറയുന്നുണ്ട്, അതല്ല ഞാൻ ഉദ്ദേശിച്ചത്, രണ്ടുപേരും കൂടെ ഫുഡ് കഴിക്കുന്ന സമയത്തുള്ള ആ ഒരു ടൈം സ്പെൻഡ് ചെയ്യുന്നതിനെ കുറിച്ചാണ് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ പൈസ ഞാൻ കൊടുത്തോളാം എന്നും പറയുന്നുണ്ട്. അങ്ങനെ ഇവര് സംസാരിച്ചിരിക്കുന്ന സമയത്താണ് അനിയത്തിന്റെ അടുത്ത് നിന്ന് കോൾ വരുന്നത്. അവളാണെങ്കിൽ കരയുന്ന പോലെ കണ്ടിട്ട് പെട്ടെന്ന് തന്നെ ജെയ്ഡുമായും അവിടുന്ന് പോകുന്നുണ്ട്. ജെയ്ഡിന്റെ അനിയത്തിന്റെ ബ്രസ്റ്റില് ഒരുത്തൻ കയറി പിടിച്ചു. അവൻ പറയുന്നതോ അറിയാണ്ട് തൊട്ടുപോയതാണ്, അല്ലാതെ വേണമെന്ന് വെച്ച് പിടിച്ചോന്നല്ലെന്ന്. വേണമെന്ന് വെച്ച് എന്നെ ചെയ്തയാണെന്ന് അനിയത്തി പറയുന്നുണ്ട്. ആ സമയത്താണ് ജെയ്ഡുമായും കൂടെ അങ്ങോട്ടേക്ക് എഴുതുന്നത്. അവരുടെ അടുത്തും അങ്ങേര് അത് തന്നെയാണ് പറയുന്നത്. പക്ഷെ അനിയത്തി ഉറപ്പിച്ച് പറയുന്നുണ്ട് അങ്ങേരെ പിടിച്ചു തന്നെയാണെന്ന്. അവരങ്ങനെ ഏകദേശം അടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു പോലീസ് അങ്ങോട്ടേക്ക് വരുന്നത്. ഇങ്ങനെയാണ് കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് അയാള് വീഡിയോ വരെ എടുത്തായിരുന്നു എന്ന് പറയുന്നത് കൊണ്ട് അയാളുടെ ഫോൺ മേടിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട്. നോക്കുമ്പോ അതില് ഇവര് പറയുന്ന പോലൊന്നും കാണാൻ പറ്റുന്നില്ല. തെളിവില്ലാത്തോണ്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് പോലീസ് പറയാണ്. ഈ സമയത്ത് നമ്മുടെ ജെയ്ഡാണെങ്കിൽ അവന്റെ ഡിറ്റക്റ്റീവ് മൈൻഡ് ഉപയോഗിച്ച് ഇനിയിപ്പോ വല്ല CCTV നോക്കിയാലോ, ഏയ് ഇല്ല, അതിലൊന്നും ഉണ്ടാവത്തില്ല. ഇനിയിപ്പോ ഇങ്ങനെ പറയുന്ന സത്യമായിരിക്കോ? അങ്ങനെ പല പല കാര്യങ്ങൾ ഭയങ്കര കയറിയിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് മായി ബുദ്ധിപരമായിട്ട് പറയുന്നു അയാളുടെ അടുത്ത് വേറൊരു ഫോണും കൂടി ഉണ്ടാവും, അതിലായിരിക്കും വീഡിയോ എടുത്തേന്ന്. പോലീസിന്റെ അടുത്ത് സെർച്ച് ചെയ്ത് നോക്കാൻ പറയാണ്. പക്ഷെ അയാളാണെങ്കിൽ സമ്മതിക്കുന്നില്ല. താനൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ സെർച്ച് ചെയ്യാൻ സമ്മതിക്കുമെന്ന് ഇവരും പറയുന്നുണ്ട്. അങ്ങനെ ഇയാളാണെങ്കിൽ പ്രശ്നം ചെയ്തയാണല്ലോ, അതുകൊണ്ട് കത്തിയെടുത്ത് ഇവർക്ക് നേരെ നീട്ടുവാണ്. അങ്ങനെ ഇവരെയും പേടിപ്പിച്ച് അവിടുന്ന് മുങ്ങാൻ നോക്കുന്ന സമയത്ത് മായ അയാളുടെ കാലില് തട്ടി അയാളെ നിലത്തി വീഴിക്കുവാണ്. അങ്ങനെ അയാളുടെ അടുത്ത് നിന്ന് ഫോൺ എടുക്കുന്നുണ്ട്. അങ്ങനെ അയാളെയും കൊണ്ട് അവിടുന്ന് പോകുന്നു. അനിയത്തിയാണെങ്കിൽ മായിന്റെ അടുത്തും ജെയ്ഡിന്റെ അടുത്തും താങ്ക്സ് പറയുന്നുണ്ട്. അവര് വന്നില്ലായിരുന്നെങ്കിൽ ഇവരാകെപ്പാടെ പെട്ടുപോയാനല്ലോ. ഇപ്പൊ ഇതിൽ ഇവർക്ക് ജസ്റ്റിസ് കിട്ടാനുള്ള കാരണം മായിയാണല്ലോ, അതുകൊണ്ട് സ്പെഷ്യലായിട്ട് മായിക്ക് താങ്ക്സും പറയുന്നുണ്ട്, പ്രത്യേകിച്ച് ജെയ്ഡ്. മായും ജെയ്ഡും ആണെങ്കിൽ കുറച്ച് ക്ലോസ് ആയിട്ട് നിന്ന് പരസ്പരം നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുന്നൊക്കെ കണ്ടിട്ട് അനിയത്തിക്ക് തോന്നുന്നുണ്ട് ഇവര് തമ്മിൽ എന്തോ ഉണ്ട് എന്ന്. ലേശം മാറ്റി നിർത്തി ജെയ്ഡിന്റെ അടുത്ത് ചോദിക്കുമ്പം ജെയ്ഡ് പറയുന്നത് അവനെന്റെ ഇന്ത്യനാണ്, അല്ലാതെ വേറൊന്നും ഇല്ലെന്നാണ്. പക്ഷെ അവക്ക് അങ്ങനെ തോന്നുന്നില്ല. ജെയ്ഡിനെ കുറ്റം പറയാൻ പറ്റില്ല, ആദ്യം അവന് മനസ്സിലായാലല്ലേ അവളുടെ അടുത്ത് പറയാൻ പറ്റൂ. അനിയത്തിയും ഫ്രണ്ട്സും പോയി കഴിയുമ്പം ജെയ്ഡ് ഒന്നും കൂടെ ചോദിക്കുന്നുണ്ട് മായിന്റെ അടുത്ത് അവൻ ഓക്കെയാണോ എന്ന്. അതേതാ മായും. അങ്ങനെ എപ്പോഴത്തെ പോലെ തന്നെ മായി ജെയ്ഡിന്റെ സ്ഥലത്ത് കൊണ്ടുവിടുന്നുണ്ട്. അപ്പോഴാണ് ജെയ്ഡ് ശ്രദ്ധിക്കുന്നത് മായിന്റെ കൈ കുറച്ച് മുറിഞ്ഞിട്ടുണ്ട് എന്ന്. അങ്ങനെ നേരെ അവനെ കൂട്ടിയിട്ട് പോയിട്ട് മരുന്നൊക്കെ വെച്ച് കൊടുക്കുന്നു. ഈ സമയത്ത് മായി പറയുന്നുണ്ട് ശരിക്കും എനിക്ക് തന്നെ അറിയില്ലായിരുന്നു ഇവിടെ മുറിവുണ്ട് എന്ന്, അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്, അല്ലാതെ കള്ളം പറയാമെന്ന് വിചാരിച്ചിട്ടല്ലെന്ന്. ശരിക്കും ഇങ്ങനെ മുറിവ് പറ്റിയിട്ടിരിക്കേണ്ടത് നീ ആവണ്ടായിരുന്നു എന്ന് ജെയ്ഡ് പറയാണ്. മായാണെങ്കിൽ അതൊക്കെ മേലെ നിങ്ങളാവാത്തത് നന്നായി, ഞാൻ തന്നെ ആവുന്നതാണ് നല്ലത് എന്ന് മായി. ഇതൊക്കെ സ്നേഹം കാണിക്കലാണ് എന്ന് ഇവന്മാരുടെ അടുത്ത് ആരെങ്കിലും പറഞ്ഞു കൊടുത്തിരുന്നേ നന്നായിരുന്നു. അങ്ങനെ ഇതിനെക്കുറിച്ചൊക്കെ സംസാരിച്ച് മായി ജെയ്ഡിൻ്റെ അടുത്ത് പറയാണ് ഇങ്ങനെ മായിക്ക് ആരെയാണ് ഇഷ്ടം എന്നുള്ള കാര്യത്തില് ഇങ്ങനെ അന്വേഷിച്ച് നടക്കുന്നത് നിർത്താൻ. അത് ജെയ്ഡാണ് എന്ന് അങ്ങ് തുറന്നു പറയാണ്. ജെയ്ഡിൻ്റെ അടുത്ത് ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ലെന്ന് മായിക്ക് തന്നെ മനസ്സിലായി. എന്തായാലും ഈ ഒരു സീനും കാണിച്ചുകൊണ്ടാണ് 4ാമത്തെ എപ്പിസോഡ് കഴിയുന്നത്. ഈ സീരീസിൽ ഏറ്റവും വലിയ കുറവായിട്ട് എനിക്ക് തോന്നുന്നത് നമ്മുടെ കിങ്ങിൻ്റെയും യുവൻ്റെയും സ്റ്റോറി തീരെ കാണിക്കുന്നില്ല എന്നുള്ളതാണ്. ജസ്റ്റ് ഓഫീസിലുള്ള സമയത്തുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ കാണിക്കുന്നുള്ളൂ. കുറച്ചൊക്കെ അവർക്കും റോൾസ് കൊടുക്കായിരുന്നു. ഇനിയും 4 എപ്പിസോഡ് ഉണ്ട്, അതിലെങ്കിലും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം.